ഹായ്, എല്ലാവർക്കും ലീഡ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് 9ാം ക്ലാസ്സിൻ്റെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻസ് എന്ന് പറയുന്ന പാഠമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ടൈമിൽ ഓണപ്പരീക്ഷയ്ക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കൺസ്ട്രക്ഷൻ നിർമ്മിതികൾ എന്ന് പറയുന്ന ഭാഗം ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത് ഈ പാഠത്തിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഈ പാഠത്തെ നല്ല രീതിയിൽ ഒന്ന് പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. മിനിമം നമുക്ക് വരയ്ക്കാനുള്ളതെങ്കിലും എന്ത് ചെയ്യണം, ക്ലിയർ ആയിട്ട് വെക്കണം. സിമ്പിൾ പാഠമാണ്, വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സാധനമൊന്നുമല്ല. അപ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ കേസാണ്, വരയ്ക്കുന്ന കേസാണ്. അതുകൊണ്ട് വീഡിയോസ് വെറുതെ കണ്ടിരിക്കാതെ എന്ത് ചെയ്യണം, വരച്ച് നോക്കണം. ഓക്കെ, വരയ്ക്കുമ്പോൾ ഞാൻ പറയുന്നതിൻ്റെ അതേ സ്പീഡ് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്യണം, അതിനുശേഷം വീണ്ടും കാണണം. ഓക്കെ, അങ്ങനെ വരച്ച് പഠിക്കണം. കാരണം വരയ്ക്കുക എന്നുള്ളത് ആർക്കും, മാത്സിന് എത്ര ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ പോലും വരച്ചെന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് മേടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒപ്പം നമുക്കിതിൻ്റെ കോൺസെപ്റ്റുകൾ കൂടി പഠിക്കാം. ഓക്കെ, ദെൻ സമാന്തര വരകൾ നോക്ക്. എന്താണ് പാരലൈൻസ്? നിങ്ങൾക്കറിയാം അല്ലേ? സമാന്തര വരകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കൂട്ടിമുട്ടാത്ത വരകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൈൻസ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ രണ്ട് വരകൾ വരയ്ക്കുകയാണ്. ഈ വരകൾ ഇത് കൂട്ടിമുട്ടുമോ? നിലവിലിത് കൂട്ടിമുട്ടിയിട്ടില്ല. വരകൾ എന്ന് പറയുന്നത് ഓക്കെ, ലൈൻസ് ഒരിക്കലും എൻഡ് ചെയ്യുന്നില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇവന് നീട്ടി വരച്ചാൽ ഇവൻ ഇങ്ങനെ വരും, ഉറപ്പായിട്ടും ഇതെന്ത് ചെയ്യും, ഇൻ്റർസെക്റ്റ് ചെയ്യും അല്ലേ, കൂട്ടിമുട്ടും. ഇനി ഞാൻ വേറെ രണ്ട് വരകൾ വരയ്ക്കുകയാണ്, ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരിക്കലും എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല, അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ബട്ട് റിട്ടേൺ ഇങ്ങോട്ട് വന്നാൽ ഇതാ ഇവന്മാർ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടും. അപ്പോൾ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ, സമാന്തര വരകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കൂട്ടിമുട്ടാതെ പോകുന്ന വരകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകൾ. ഇത് പാരലൽ ലൈൻസിന് ഉദാഹരണമാണ്. ഈ രണ്ടിൽ എൽ എന്നും എം എന്നും ഞാൻ പേര് കൊടുക്കുകയാണ്. ഇവന്മാർ രണ്ടും എന്താണ്, പാരലൽ ലൈൻസ് ആണ്. കാരണം ഒരിക്കലും ഇവ എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല. അതായത് എപ്പോഴും ഈക്വൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ലൈൻസുകളായിരിക്കും. എങ്ങനെ, ഈക്വൽ ഡിസ്റ്റൻസ്, ഒരേ അകലം പാലിക്കുന്ന വരകളായിരിക്കും സമാന്തര വരകൾ. മനസ്സിലായോ? ഓക്കെ, അതായത് ഇവിടെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, ഒരു പാരലൽ ലൈൻസ് 2-3 വരച്ചിട്ടുണ്ട്. അതിന് മറ്റൊരു വര ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. നമുക്ക് നേരെ നമ്മുടെ 9ാം ക്ലാസ്സിലെ പാഠഭാഗത്തേക്ക് നേരെ പോകാം. നോക്ക്, പാരലൽ ലൈൻസ് ദ സെയിം ഡിസ്റ്റൻസ് അപ്പാർട്ട് കട്ട് എനി അതർ ലൈൻ ഇൻടു ഈക്വൽ പീസസ്. മീൻസ് ഒരേ അകലം ഇടവിട്ടുള്ള സമാന്തര വരകൾ മറ്റ് ഏത് വരെയും മുറിക്കുന്നത് ഒരേ നീളമുള്ള ഭാഗങ്ങളായിട്ടാണ്. ഇവിടെ കുറച്ച് സമാന്തര വരകളുണ്ട്, വേണമെങ്കിൽ പേര് കൊടുക്കാം, എ ബി സി ഡി ഇ. ഓക്കെ, ഏകദേശം എത്ര വരകളുണ്ട്, 5 സമാന്തര രേഖകളുണ്ട്. ഈ 5 രേഖകളും ഒരേ അകലത്തിലാണെന്ന് വിചാരിക്കാം. ഓക്കെ, 2 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ എന്ത് വേണോ ആയിക്കോട്ടെ, ഒരേ അകലത്തിലാണ് ഇവന്മാർ എന്ത് ചെയ്തിരിക്കുന്നത്, വരച്ചതെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ഞാനൊരു വര ഇവിടെ വരച്ചു. ഓക്കെ, ട്രാൻസ്വേഴ്സ് എന്നൊക്കെ വിളിക്കാം, വേണ്ട, ഒരു വര ഇങ്ങോട്ട് വരച്ചു. ഇനി ഇതെല്ലാം എങ്ങനെയാണ്, ഒരേ അകലം ഇടവിട്ടുള്ള സമാന്തര വരകളാണ്. പാരലൽ ലൈൻസ് ദ സെയിം ഡിസ്റ്റൻസ് അപ്പാർട്ട്, ഒരേ ഡിസ്റ്റൻസിലുള്ളതാണ്. അങ്ങനെയെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, കട്ട് എനി അതർ ലൈൻ ഇൻടു ഈക്വൽ പീസസ്. ഏത് വരെയും മുറിക്കുന്നത് ഒരേ നീളമുള്ള ഭാഗങ്ങളായിട്ടാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു വര വരച്ചു. അങ്ങനെയെങ്കിൽ എനിക്ക് ഈ ഭാഗത്തിൻ്റെ നീളം ഒരു 2 സെൻറ്റിമീറ്ററിന് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ നീളവും എത്രയായിരിക്കും, 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇവിടുത്തെ ഈ നീളവും എത്ര തന്നെയായിരിക്കും, 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഈ നീളവും എത്ര തന്നെയായിരിക്കും, 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതായത് പാരലൽ ലൈൻസ് ആണെങ്കിൽ ഒരു വരേനെ കട്ട് ചെയ്യുന്നത് കഴിഞ്ഞാൽ, അതായത് പാരലൽ ലൈൻസ് ആണെങ്കിലൊന്നല്ല, ഒരേ അകലത്തിലുള്ള പാരലൽ ലൈൻസ് ആണെങ്കിൽ, സെയിം ഡിസ്റ്റൻസിലുള്ളത്, ഏതൊരു വരേനെയും ഈക്വൽ ആയിട്ടായിരിക്കും മുറിക്കുക. ഞാൻ മറ്റൊരു വര ഇവിടെ വരച്ചു വയ്ക്കാം. നമുക്ക് വേറൊരു കളറിൽ ഇവിടെ ഒരു വര വരയ്ക്കാം. ഞാൻ ഇതാ ആ ചെരുവിലല്ല, വേറൊരു രീതിയിൽ ഇങ്ങോട്ട് വരച്ചു. ഓക്കെ,
അപ്പോൾ എനിക്ക് കിട്ടി ഇത്രയാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ നീളം എനിക്ക് ഈ ഒരു കഷ്ണത്തിൻ്റെ ഒരു പീസിൻ്റെ നീളം 1.2 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയെന്ന് വിചാരിക്കാം. എന്നാൽ മക്കളെ നിങ്ങൾക്ക് പറയാമോ ഈ നീളം എത്രയായിരിക്കും, ഇത് എത്രയായിരിക്കും, ഇത് എത്രയായിരിക്കും? എത്രയായിരിക്കും? 1.2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതും 1.2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതും എത്ര തന്നെയായിരിക്കും? 1.2 സെൻറ്റിമീറ്റർ ആയിരിക്കും. കാരണം നമ്മുടെ കയ്യിലുള്ള ആ സമാന്തര വരകളൊക്കെ ഒരേ അകലത്തിൽ വരച്ച് വെച്ചിരിക്കുന്ന 5 സമാന്തര വരകളാണ്. ഇനി അവന് ഏതൊക്കെ വരേനെയാണെങ്കിലും ഒരേ ഡിസ്റ്റൻസിൽ ഒരേ നീളത്തിലായിരിക്കും മുറിക്കുകയുള്ളൂ. ഞാൻ വേറൊരു വര ഇവിടെ വരയ്ക്കുകയാണെന്ന് വിചാരിച്ചോളൂ, ഇതിൻ്റെ അളവ് ഞാൻ എഴുതുന്നില്ല. ഇനി എഴുതിയാലും നോക്കട്ടെ, ഇതിപ്പോൾ 1 സെൻറ്റിമീറ്റർ ആണ് മുറിച്ചതെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ കഷ്ണം എത്രയായിരിക്കും? ഒന്നായിരിക്കും. ഈ പീസിൻ്റെ ഈ നീളം എത്രയായിരിക്കും? അതൊന്നായിരിക്കും. ഈ ഒരു പീസിൻ്റെ നീളം എത്രയായിരിക്കും? അതും ഒന്നായിരിക്കും. അതായത് എല്ലാം ഈക്വൽ ആയിരിക്കും. ഈക്വൽ ഡിസ്റ്റൻസിലുള്ള പാരൽ ലൈൻസ്, സമാന്തര വരകൾ മുറിക്കുക, ഒരു വരേനെ കട്ട് ചെയ്യുന്നതൊക്കെ ഈക്വൽ ആയിട്ടായിരിക്കും, തുല്യമായിട്ടായിരിക്കും മുറിക്കുക. ദെൻ ഇനി മനസ്സിലായല്ലോ. ഇനി അടുത്തതിലേക്ക് പോകാം, അടുത്ത ഒരു കണ്ടീഷനിലേക്ക് പോകാം. നോക്ക്, parallel lines which cut one line into equal pieces cut all lines into equal pieces. ഇതേ കാര്യം തന്നെ കേട്ടോ ഞാൻ നേരത്തെയും പറഞ്ഞു. ഞാൻ ഒന്നിലധികം വരകൾ അവിടെ വരച്ച് ഇതേ കാര്യം അവിടെ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതായത് ഒരു വരയെ ഒരേ നീളമുള്ള ഭാഗങ്ങളായി മുറിക്കുന്ന സമാന്തര വരകൾ ഏത് വരയെയും മുറിക്കുന്നത് ഒരേ നീളമുള്ള ഭാഗങ്ങളായിട്ടാണ്. ഇപ്പോൾ ഇവിടെ ഇത് നമ്മുടെ ചുവന്ന നിറത്തിൽ ഒരു എൽ എം എൻ ഒ എന്ന് പറഞ്ഞിട്ട് 4 പാരൽ ലൈൻസ് ഉണ്ടെന്ന് വിചാരിക്കുക, സമാന്തര രേഖകളുണ്ട്. ഇനി ദാ ഒരു നീല നിറത്തിൽ നമ്മളൊരു വര വരച്ചിരിക്കുന്നു. അവന് എത്ര സെൻറ്റിമീറ്ററിലാണ് മുറിച്ചേക്കുന്നത്? 2 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ 4 സമാന്തര വരകൾ ഏത് വരേനെയും എന്തായിട്ടാ? ഈക്വൽ ആയിട്ടാണ് ഭാഗിക്കുള്ളൂ. സപ്പോസ് ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആയിരിക്കും, ഇതും എക്സ് ആയിരിക്കും. ഇനി ഞാൻ വേറൊരു വര വരയ്ക്കട്ടെ. നേരത്തെ പറഞ്ഞിരുന്ന അതേ കാര്യം തന്നെയാണ്. നമുക്ക് പച്ച വര വേണ്ട, നമുക്ക് ഒരു ചുമന്ന വര വരയ്ക്കും. ഓക്കെ, ഞാൻ വേറൊരു ചെരുവിലാണ് വരയ്ക്കുന്നത്, അതേപോലെ ഒന്നുമല്ല വരയ്ക്കുന്നത്, വെറുതെ ഞാൻ അടുത്ത് വര വരച്ചു. ഈ വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് വെറുതെ ഞാൻ എഴുതാണ്. ഇത് 1.5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് പറയാമോ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ നീളം എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? ഈ നീളം എത്രയായിരിക്കും? ഒന്ന് പറഞ്ഞ്, എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 1.5 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. ആയിരിക്കില്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള നീളം എത്രയായിരിക്കും? 1.5 സെൻറ്റിമീറ്റർ ആയിരിക്കും. എന്തുകൊണ്ടാണ്? താഴത്തെ വരയിനെ ഇവിടെയുള്ള ഒരു ഈ 6 സെൻറ്റിമീറ്റർ നീളമുള്ള വരയെ ലൈനെ നമ്മുടെ പാരൽ ലൈൻസ് എങ്ങനെയാണ് മുറിച്ചത്? ഈക്വൽ ആയിട്ട് മുറിച്ചത്. അങ്ങനെയെങ്കിൽ ഏതൊരു വരേനെയും ഇവിടെ തലങ്ങും വിലങ്ങും എത്ര വര വരച്ചാലും ആ വരേനെയൊക്കെ ഈ 4 സമാന്തര രേഖകളും പാരൽ ലൈൻസും ഈക്വൽ ആയിട്ടാണ്, തുല്യമായിട്ടാണ് മുറിക്കുക. മനസ്സിലായോ? കോൺസെപ്റ്റ് ക്ലിയർ ആയോ? ഒരു വരയെ ഒരേ നീളമുള്ള ഭാഗങ്ങളായി മുറിക്കുന്ന സമാന്തര വരകൾ ഏത് വരയെയും മുറിക്കുന്നത് ഒരേ നീളത്തിലായിരിക്കും, ഇല്ലെങ്കിൽ ഈക്വൽ പാർട്ടായിട്ടായിരിക്കും, ഈക്വൽ പീസസ് ആയിട്ടായിരിക്കും മുറിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺസെപ്റ്റ് 2 പഠിച്ചു. ഇത് ഉപയോഗിച്ച് നമുക്കുള്ള കൺസ്ട്രക്ഷൻ, നിർമ്മിതിയാണ് നമ്മളിനി അടുത്ത പഠിക്കാൻ പോകുന്നത്. ചോദ്യം നോക്ക്. ഡിവൈഡ് എ 7 സെൻറ്റിമീറ്റർ ലോങ് ലൈൻ ഇൻടു 3 ഈക്വൽ പീസസ്. 7 സെൻറ്റിമീറ്റർ നീളമുള്ള വര വരച്ച് അതിനെ 3 തുല്യ ഭാഗങ്ങൾ ആക്കുക. ഓക്കെ, സിമ്പിളാണ് സംഭവം. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? 7 സെൻറ്റിമീറ്റർ നീളമുള്ള വര വരയ്ക്കാനാണ് പറഞ്ഞത്. നമുക്ക് സ്കെയിൽ എടുക്കാം. സ്കെയിൽ എടുത്തോ. 7 സെൻറ്റിമീറ്റർ നീളമുള്ള വര നമ്മൾ വരയ്ക്കാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് 7 സെൻറ്റിമീറ്റർ നീളമുള്ള വര വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് 7 സെൻറ്റിമീറ്റർ ഇവിടം വരെയാണ് 7 സെൻറ്റിമീറ്റർ അല്ലേ? ഓക്കെ, സ്കെയിൽ എടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം? വരയ്ക്കാം. 1 2 3 4 5 6 7 സെൻറ്റിമീറ്റർ വരച്ചു. നമുക്ക് സ്കെയിലിനെ അവിടെ മാറ്റി വയ്ക്കാം. 7 സെൻറ്റിമീറ്റർ നീളമുള്ള വര വരച്ചു. ഇതിനെ എത്ര ഈക്വൽ ഭാഗങ്ങളാക്കണം? 3 ഈക്വൽ പീസസ് ആക്കണം. 6 സെൻറ്റിമീറ്റർ ഒക്കെ ആണെങ്കിൽ എളുപ്പമായിരുന്നു അല്ലേ? 2 2 2 എടുത്താൽ മതി. 7നെ 3 ഈക്വൽ പീസാക്കി എടുക്കാൻ 7 ഡിവൈഡഡ് ബൈ 3, 7നെ 3 കൊണ്ട് ഹരിച്ച് പോയിൻ്റുള്ള സംഖ്യകൾ കിട്ടി. ആ പോയിൻ്റ് സ്കെയിലിൽ അളന്നെടുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്കതിന് എന്താണ് ഒരു എളുപ്പ വഴി? നിങ്ങൾക്ക് എത്ര പീസാക്കണം?
3 ഈക്വൽ പീസുകളാക്കണം. എത്ര പീസുകളാക്കണം? 3 തുല്യ ഭാഗം ഈക്വൽ പീസാക്കണം. 3 ആക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 3ൻ്റെ മൾട്ടിപ്പിൾ എടുക്കുക, 3ൻ്റെ ഗുണിതം എടുക്കുക. 3ൻ്റെ ഗുണിതമാണ് 6. ഓക്കെ, ഏതെങ്കിലും എടുക്കുക കേട്ടോ. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള, നമുക്ക് വരയ്ക്കാനൊക്കെ പറ്റുന്ന അളവെടുക്കണം. 3ൻ്റെ മൾട്ടിപ്പിളാണ് 30 എന്നൊക്കെ പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നോട്ട്ബുക്കിൽ വരയ്ക്കാൻ പറ്റില്ല. പകുതി നമ്മൾ എവിടെ വരയ്ക്കേണ്ടി വരും? ഡെസ്കേൽ വരച്ച് വെക്കേണ്ടി വരും. അതുകൊണ്ട് അതൊന്നും എടുക്കരുത്. 3ൻ്റെ മൾട്ടിപ്പിൾ എടുക്കുക, ഗുണിതം എടുക്കുക. 3 × 1 3. 3ൻ്റെ ഗുണിതമാണ്, പക്ഷെ കുഞ്ഞിതാണ്. നമുക്ക് കുറച്ചും കൂടി വലുതെടുക്കാം. നമുക്ക് ഒരു മിഡിലിൽ നിൽക്കുന്ന സാധനം എടുക്കാം. അപ്പോൾ 6. 3ൻ്റെ ഗുണിതം അല്ലേ? എന്തുകൊണ്ടാണ് 3 ഈക്വൽ പീസ് ആക്കണം? അതുകൊണ്ടാണ്. 3ൻ്റെ ഒരു മൾട്ടിപ്പിളാണ് എന്ത്? 6 എന്ന് പറയുന്നത്. ഈ 6നെ ഇനി 3 കഷ്ണമാക്കാലോ. 6നെ 3 കഷ്ണമാക്കി കഴിഞ്ഞാൽ എത്ര കിട്ടും? 2 എന്ന് കിട്ടും അല്ലേ? 6 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് അതിനെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 2 സെൻറ്റിമീറ്റർ. ഹരിക്കൊന്നും വേണ്ട കേട്ടോ, നമ്മൾ മൾട്ടിപ്പിൾസ് അല്ലേ എടുത്തത്. 3 2 2 4 2 6 3 കഷ്ണങ്ങളാക്കി. ഓക്കെ, എന്നിട്ട് നമ്മുടെ സ്കെയിലിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. സ്കെയിലിനെ കൊണ്ടുവന്നിട്ട് ഇതിവിടെ പോരും. ഞാൻ AB എന്ന് എഴുതുക കേട്ടോ, ജസ്റ്റ് AB എന്ന് എഴുതുകയാണ്. ഞാൻ ഈ സ്കെയിലിനെ എന്ത് ചെയ്തു? Aയിൽ കൊണ്ടുപോയി വെച്ചു. അവിടെ കൊണ്ടുപോയി വെച്ചു, Aയിൽ കൊണ്ടുപോയി വെച്ചു. Aയിൽ കൊണ്ടുപോയി വെച്ചിട്ട് എൻ്റെ ഇഷ്ടത്തിലുള്ള ഒരു ആംഗിളാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഇത്ര എന്ന് ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ, അതായത് ഈ സ്കെയിൽ വെച്ചേക്കുന്ന ചെരിവ് എനിക്ക് വേണമെങ്കിൽ കുത്തനെ വയ്ക്കാം, ഈ കുറേ ഇങ്ങോട്ട് ചരിച്ച് വയ്ക്കാം, അതൊന്നും പ്രശ്നമല്ല. ഞാനങ്ങോട്ട് വെച്ചു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ഒരു 6 സെൻറ്റിമീറ്റർ ഞാനിവിടെ വരച്ചു. വരയ്ക്കുകയാണേ, വേണ്ട, നമുക്ക് ഇതിനകത്ത് തന്നെ വരയ്ക്കാം. ഒരു 6 സെൻറ്റിമീറ്റർ ഞാനിവിടെ വരച്ചു. ഓക്കെ, സ്കെയിൽ ഞാൻ മാറ്റി വെച്ചു. എത്ര സെൻറ്റിമീറ്റർ ഞാൻ വരച്ചത്? 6 സെൻറ്റിമീറ്റർ. കറക്റ്റ് അവിടെ 6 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി എത്ര സെൻറ്റിമീറ്റർ വെച്ച് ഞാൻ ഇതിനെ മുറിക്കണം? 2 സെൻറ്റിമീറ്റർ. കാരണം എനിക്ക് 3 പീസുകളാണ് കിട്ടേണ്ടത്. അപ്പം ഞാൻ സ്കെയിലിനെ അവിടെ കൊണ്ടുപോയി വെച്ചു. അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കിത് ചെയ്യാം കേട്ടോ. ദെൻ 2 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, ദെൻ 6 സെൻറ്റിമീറ്റർ. അവനെ അങ്ങ് മാറ്റി. ഓക്കെ, 2 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി ഇത്രയും വരയ്ക്കാമല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, നമ്മൾ എന്താ ചെയ്തത്? 7 സെൻറ്റിമീറ്ററിൽ നമ്മളിവിടെ വര വരച്ചു. അതിനുശേഷം 3 ഈക്വൽ പീസ് ആക്കണം. അതുകൊണ്ട് 3ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മറ്റൊരു നമ്പർ എടുത്തു, 6. ഓക്കെ, 3 2 ആണ് 6. അതുകൊണ്ട് 2 സെൻറ്റിമീറ്റർ വെച്ച് നമ്മൾ എന്ത് ചെയ്തു? ഇത് 2 സെൻറ്റിമീറ്റർ ആണ്, ഇത് 2 സെൻറ്റിമീറ്റർ ആണ്, ദെൻ ഇതും എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആണ്. 3 കഷ്ണമാക്കി. ഇനി നമ്മൾ സ്കെയിലിനെടുത്തു. നമ്മൾ സ്കെയിലിങ് തിരിച്ചങ്ങ് വയ്ക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ പോയിന്റുകൾ ചേർത്ത് നമുക്ക് വരയ്ക്കണം. ഏത് പോയിന്റ്? ഞാനൊരു പോയിന്റ് അടയാളപ്പെടുത്തുകയാണേ, സി എന്ന് പറയുന്ന പോയിന്റ്. ഇത് രണ്ടും ചേർത്തിട്ട് എനിക്ക് എന്ത് ചെയ്യണം? ഒരു വര ഇങ്ങ് വരയ്ക്കണം. ഇത് രണ്ടും ചേർത്തിട്ട് എനിക്ക് എന്ത് ചെയ്യണം? ഒരു വര ഇങ്ങോട്ട് വരയ്ക്കണം. വരച്ചല്ലോ. ഓക്കെ, ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ഒരു ത്രികോണം കിട്ടി. എന്ത് കിട്ടി? ഒരു ത്രികോണം കിട്ടി. ഇനി നമുക്ക് വേറൊരാശാന വേണം. ഉപയോഗിച്ചിട്ടുണ്ടോ ഇവനെ? ആരാ ഇവൻ? എന്താ ഇവൻ്റെ പേര്? സെറ്റ് സ്ക്വയർ അല്ലേ? സെറ്റ് സ്ക്വയർ എടുക്കുക. സെറ്റ് സ്ക്വയർ എടുത്ത ശേഷം 2 ടൈപ്പ് സെറ്റ് സ്ക്വയർ ഉണ്ടാവും കേട്ടോ. നീളം കൂടിയതുണ്ട്, കുറച്ച് നീളം കുറഞ്ഞ ടൈപ്പും ഉണ്ട്. ഏത് വേണേലും എടുത്തോ, പ്രശ്നമൊന്നുമില്ല. ഇനി സെറ്റ് സ്ക്വയർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കുക. നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുന്നത് പാരൽ ലൈൻസ് വരയ്ക്കാനാണ്, സമാന്തര രേഖകൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ സ്കെയിലിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഈ സെറ്റ് സ്ക്വയർ എടുത്തിട്ട്, സെറ്റ് സ്ക്വയറിന് ഈ എഴുത്തുള്ള 2 വശങ്ങളുണ്ട്. എൻ്റെ ഈ സെറ്റ് സ്ക്വയറിന് ഒരുപാട് 2-3 വശത്ത് എഴുത്തൊക്കെ ഉണ്ട്. നിങ്ങളുടെ കയ്യിലുള്ളതിൽ 2 വശത്തായിരിക്കും സാധാരണ ഉണ്ടാവുക. അതിൽ ഏത് വശം വേണേലും നമ്മുടെ ഉപയോഗത്തിന് വേണ്ടി എടുക്കാം. ഓക്കെ, ദെൻ ഈ സെറ്റ് സ്ക്വയറിന് ഞാൻ ഇങ്ങനെ ഇങ്ങ് എടുത്തു. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് നോക്കണേ. ഈ സെറ്റ് സ്ക്വയറിന് ഇങ്ങനെ എടുത്തിട്ട് എനിക്ക് പാരലായിട്ട് വരയ്ക്കേണ്ടത് ബി സിക്കാണ്. ബി സിക്ക് സമാന്തരമായിട്ടാണ് വരയ്ക്കേണ്ടത്. അതുകൊണ്ട് ബി സിയിൽ ഞാൻ കൊണ്ട് കൃത്യമായിട്ട് വെച്ചു. ഇങ്ങനെ കൃത്യമായിട്ട് വെക്കണം. കൃത്യമായിട്ട് ബി സിയിൽ ഒരു പോയിന്റ് പോലും മാറരുത്. ഓക്കെ, ബി സിയിൽ നമ്മൾ കൊണ്ടുവച്ചു. ആരെ കൊണ്ടുപോയി വെച്ചു? സെറ്റ് സ്ക്വയറിന്. കാരണം നമ്മളിപ്പോൾ വരച്ച ഈ വരയ്ക്ക് പാരലായിട്ട് നമുക്ക് വരയ്ക്കണം. ഓക്കെ, ദെൻ എന്നിട്ട് നമ്മുടെ ഈ ആശാനം എടുക്കണം. ആരെ? സ്കെയിലിന് എടുക്കണം. സ്കെയിലിന് എടുത്തിട്ട് നമ്മൾ ഒരെഴുത്തുള്ള ഭാഗമാണ് ഇവിടെ വരച്ചത്.
ഇനി അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഭാഗമുണ്ട്, ഇവിടെ കൊണ്ടേ വെക്കരുത് കേട്ടോ, ആ നീളം കൂടിയ വസ്തു കൊണ്ടേ വെക്കരുത്. എന്നിട്ട് അടുത്തുള്ള വശത്ത് നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് സ്കെയിലിന് അറേഞ്ച് ചെയ്ത് വെക്കണം. കൃത്യമായിട്ട് നമ്മുടെ സെറ്റ് സ്ക്വയറിൽ ചേർത്ത് വെക്കണം. തീരെ താന്നു പോരുത്, കൃത്യമായിട്ട് കണ്ടോ ചേർക്കെല്ലാം. ഇനി നമുക്ക് കറക്റ്റ് കണ്ടോ ചേർത്ത് വെച്ച് നമ്മൾ കറക്റ്റ് ചേർത്ത് വെച്ചു. ഇനി ഈ സ്കെയില് പിടിക്കണം. എന്നിട്ട് ഈ സെറ്റ് സ്ക്വയറിന് ഇങ്ങനെ മൂവ് ചെയ്യണം. അത് സ്കെയിലെ തട്ടിയേ വരാവുള്ളൂ കേട്ടോ, ഇങ്ങനെ മൂവ് ചെയ്യണം. ഓക്കെ, സ്കെയില് രണ്ട് കൈ കൊണ്ട് പിടിച്ച് ഇങ്ങനെ മൂവ് ചെയ്ത് കറക്റ്റ് നമ്മൾ വരച്ച ഈ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഒരു വര വരയ്ക്കണം. ഓക്കെ, ഞാൻ ഡോട്ടർ ലൈനാണ് വരച്ച്, നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള വര വരയ്ക്കണം കേട്ടോ. ദെൻ ഇനി സ്കെയിൽ പിടിക്കുക, അടുത്ത പോയിന്റിലോട്ട് കൊണ്ടുവരിക. അടുത്ത പോയിന്റിൽ അടുത്ത രണ്ടിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും എന്ത് ചെയ്യണം, വര വരയ്ക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇവനെ അങ്ങ് മാറ്റാം. ഇനി ഇവിടെ നമുക്ക് കുറച്ച് പോയിന്റുകൾ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ് പോയിന്റുകൾ? നമുക്ക് കിട്ടിയ പോയിന്റുകളാണ്. ഒന്ന് ഇവിടെ ജസ്റ്റ് ഞാനിതിന് വേണമെങ്കിൽ പി എന്ന് പേര് കൊടുക്കുകയാണ്. ഇതെന്താണ്? ക്യൂ എന്ന് ഞാൻ പേര് കൊടുക്കുകയാണ്. അപ്പോൾ ഈ 7 സെൻറ്റിമീറ്ററിനെ 3 കഷ്ണമായിട്ട് മുറിച്ചു. മനസ്സിലായോ? ഇതിനെ എന്ത് ചെയ്തു? 3 കഷ്ണം. കണ്ടോ, എ പി ഒരു ഭാഗമാണ്, പി ക്യു അടുത്ത ഭാഗമാണ്, ക്യൂ ബി അടുത്ത ഭാഗമാണ്. അതായത് എ ബി എന്ന് പറയുന്ന വരേനെ നമ്മളിപ്പോൾ എന്ത് ചെയ്തു? 3 ഈക്വൽ കഷ്ണങ്ങളായിട്ട് നമ്മൾ അതായത് ഇതൊരു കഷ്ണം, ഇത് അടുത്ത പീസ്, ഇത് അടുത്ത പീസ്, 3 പീസുകളായിട്ട് എന്ത് ചെയ്തു? ഈക്വലായിട്ട് നമ്മൾ മുറിച്ചു. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതെല്ലാം എന്താണ്? സമാന്തര വരകളാണ്. പാരലൽ ലൈൻസ് ഒരു വരേനെ ഈക്വലായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ അത് ഏതൊരു ലൈനെയും ഈക്വലായിട്ട് മുറിക്കുമെന്ന് നമ്മൾ പഠിച്ചു. അത് ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ അതുകൊണ്ട് ഈക്വലായിട്ട് അങ്ങ് എടുത്തു. എന്നിട്ട് അതിൽ നിന്ന് പാരലൈൻസ് വരച്ചു. പാരലൈൻസ് വരയ്ക്കാനാണ് നമ്മൾ ആരെ ഉപയോഗിച്ചത്? സെറ്റ് സ്ക്വയറിനെ ഉപയോഗിച്ചത്. നമ്മൾ പാരലൈൻസ് വരച്ചപ്പോൾ അടുത്ത വരേനെയും അതെന്ത് ചെയ്തു? ഈക്വലായിട്ട് മുറിച്ചു. ഓക്കെ, ഇനിയിപ്പോൾ കോൺസെപ്റ്റ് മനസ്സിൽ കിട്ടിയില്ലെങ്കിലും ഈക്വലായിട്ട് നമ്മൾ ഒരു വരേനെ മുറിക്കുന്നത് ഇങ്ങനെയാണ്. ഈക്വലായിട്ട് തുല്യ ഭാഗങ്ങളാക്കുന്നത് ഈ രീതിയിലാണ്. മനസ്സിലായില്ലേ? ഓക്കെ, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. യെസ്, അടുത്ത ചോദ്യം. ഡ്രോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 11 സെൻറ്റിമീറ്റർ. വാട്ട് യു മീൻ ബൈ ദ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ? സമഭുജ ത്രികോണം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇല്ലെങ്കിൽ സമഭുജ ത്രികോണം. എന്താ സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ? 3 വശങ്ങളും തുല്യമായിട്ടുള്ള ത്രികോണങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. എങ്ങനെ? 3 വശങ്ങളും തുല്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇവിടെ വരയ്ക്കട്ടെ, ട്രയാങ്കിൾ വരയ്ക്കാണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ 3 വശങ്ങൾ, ഈ വശത്തിൻ്റെ നീളം, ഈ വശത്തിൻ്റെ നീളം, ഈ വശത്തിൻ്റെ നീളം, 3 വശത്തിൻ്റെ നീളങ്ങളും കൂട്ടിക്കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ചുറ്റളവ്. ഓക്കെ, ചുറ്റുമുള്ള അളവ്, ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പെരിമീറ്റർ 11 ആയിരിക്കണം. ഓക്കെ, അതായത് ഈ 3 വശങ്ങളുടെ നീളം കൂട്ടിയാലും നമുക്ക് എത്ര കിട്ടണം? 11 സെൻറ്റിമീറ്റർ കിട്ടണം. ഓക്കെ, ലിസൺ. നമുക്ക് 11 സെൻറ്റിമീറ്റർ 3 ഈക്വൽ ഭാഗങ്ങളായിട്ട് മുറിക്കുകയാണെങ്കിൽ ഓരോ ഭാഗം എടുത്ത് ഓരോ ട്രയാങ്കിൾസിൻ്റെ ഓരോ സൈഡായിട്ട് വയ്ക്കാം. 11 സെൻറ്റിമീറ്ററിന് 3 ഈക്വൽ കഷ്ണങ്ങളാക്കിയാൽ ഇവിടെ ഒരു കഷ്ണം വയ്ക്കാം, അടുത്ത കഷ്ണം ഇവിടെ വയ്ക്കാം, ഇവിടെ കഷ്ണം വയ്ക്കാം. നമുക്ക് ഒരു സമഭുജ ത്രികോണം കിട്ടും. അപ്പോൾ ഈ 11 സെൻറ്റിമീറ്ററിന് 3 ഈക്വലായിട്ട് എങ്ങനെ മുറിക്കും? നമുക്കിപ്പോൾ നമ്മൾ പഠിച്ച മെത്തേഡ് ഉപയോഗിച്ചൂടെ? ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ 11നെ 3 കൊണ്ട് ഹരിച്ച് പോയിന്റ് ഇട്ട് എഴുതുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടി വരും? 11 സെൻറ്റിമീറ്ററിൻ്റെ ആരെ വരയ്ക്കേണ്ടി വരും? ഒരു വരയെ വരയ്ക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് സ്കെയിൽ എടുക്കാം. സ്കെയിൽ എടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം? 11 സെൻറ്റിമീറ്ററിൻ്റെ ഒരു വര അങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, ഞാൻ വരയ്ക്കണേ, നിങ്ങളും വരയ്ക്കണേ. 11 സെൻറ്റിമീറ്റർ. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ വരയ്ക്കാൻ പോകുന്നത്? ത്രികോണമാണ്. ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട്? 3 വശങ്ങളുണ്ട്. അപ്പോൾ 3 തുല്യ ഭാഗങ്ങളാക്കണം. അപ്പോൾ നമ്മുടെ സ്കെയിൽ എടുത്തു, നമുക്ക് ഇഷ്ടമുള്ള ഒരു ആംഗിളിലേക്ക് എടുത്തു. ഇഷ്ടമുള്ള ആംഗിൾ കേട്ടോ. ഓക്കെ, നമ്മുടെ ബുക്കിലൊക്കെ ഒതുങ്ങണം, അത്രയും മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി എത്രയാണ്? 3 ഈക്വൽ ഭാഗമാക്കണം.
3 ഈക്വൽ ഭാഗമാക്കുവാണെങ്കിൽ നമുക്ക് 6 സെൻറ്റിമീറ്റർ എടുത്തുകൂടെ? നേരത്തെ വരച്ച പോലെ 6 സെൻറ്റിമീറ്റർ എടുത്താൽ ഓരോ ഭാഗവും നമുക്ക് എത്ര സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കാൻ പറ്റും? 2 ആയിട്ട് എടുക്കാൻ പറ്റും. തൊട്ട് മുന്നത്തെ കണക്ക് തന്നെ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നു. ഓക്കെ, 2 വെച്ചെടുത്താൽ നമുക്ക് വരയ്ക്കാൻ എളുപ്പമുണ്ടാവും. തീരെ ചെറുതുമല്ല, വളരെ വലുതുമല്ല, ഒരു മീഡിയം സൈസാണ്. അപ്പോൾ ഒരു 6 സെൻറ്റിമീറ്റർ എന്ത് ചെയ്തു? നമ്മൾ ഇവിടുന്ന് വരച്ചു. 6 എടുത്ത് എന്തുകൊണ്ടാണ്? അമ്പടാ, ഇത് 15 സെൻറ്റിമീറ്റർ ഒക്കെയാണ് അല്ലേ? നോ പ്രോബ്ലം, പ്രശ്നമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 6, ഞാൻ വരച്ചത് മാറിപ്പോയി. കണ്ടോ, ഞാൻ ഓർത്തു ഇത്രയും ചെറുത് എങ്ങനെയാവുന്നു. ഓക്കെ, 6 സെൻറ്റിമീറ്റർ എടുത്തു. 6 സെൻറ്റിമീറ്റർ എടുത്തു. ഇവനെ ഒന്ന് അടയാളൊന്ന് റെഡിയാക്കി വെക്കട്ടെ. 6 സെൻറ്റിമീറ്റർ എടുത്തു. ഇനി ഇവനെ നമുക്ക് 3 ഈക്വൽ പീസുകളാക്കണം അല്ലേ? 3 ഈക്വൽ പീസ് ആക്കണമെങ്കിൽ നമുക്ക് എത്ര വെച്ച് എടുക്കേണ്ടി വരും? 2 സെൻറ്റിമീറ്റർ വെച്ച് 2 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ മാറ്റി. ഓക്കെ, 2 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ സ്കെയിലിനെ അങ്ങ് തിരിച്ചു. സ്കെയിലിനെ എടുത്തു, നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയി. ഈ 2 വശങ്ങളും കൂട്ടി വരയ്ക്കണം നമുക്ക്. ഓക്കെ, നിങ്ങൾക്ക് 6 പകരം 9 ഒക്കെ എടുക്കാം കേട്ടോ. 9 എടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഈക്വൽ കിട്ടാം 3 വെച്ച് എടുക്കേണ്ടി വരും കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. 3ൻ്റെ മൾട്ടിപ്പിൾസ് ഏത് വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ. നിങ്ങൾക്ക് എളുപ്പത്തിനും നേരത്തെ നമ്മൾ ചെയ്തത് ഈ രീതിയിലും ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്? ഇപ്പോൾ വരച്ച പോലെ വരച്ചത്. ഇനി നമുക്ക് വരയ്ക്ക് നമുക്ക് AB നമ്മളിവിടെ വരച്ചു. നമുക്കിവിടെ സിയും കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ BCക്ക് ഇപ്പോൾ വരച്ച വരയ്ക്ക് സമാന്തരമായിട്ടുള്ള വരകൾ വരയ്ക്കണം, പാരൽ ലൈൻസ് വരയ്ക്കണം. അപ്പോൾ നമ്മൾ ഇതൊക്കെ എത്ര സെൻറ്റിമീറ്റർ ആയിട്ട് എടുത്തേ? 2 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ. 3 സൈഡുകളും 3 ഭാഗങ്ങളും ഈക്വലാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇനി പാരൽ ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ ഈ വരയിനെയും എങ്ങനെ കട്ട് ചെയ്യുള്ളൂ? ഈക്വലായിട്ട് തന്നെ കട്ട് ചെയ്യുള്ളൂ, തുല്യമായിട്ട് മാത്രമേ മുറിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി വരയ്ക്കാൻ വേണ്ടി നമ്മൾ ആരെ എടുക്കുന്നു? സെറ്റ് സ്ക്വയറിനെ എടുക്കുന്നു. ഇതാ എമ്മണ്ടൻ സെറ്റ് സ്ക്വയർ ഇവിടെ വന്നിട്ടുണ്ട്. സെറ്റ് സ്ക്വയർ നമ്മൾ എടുത്തു. ആർക്ക് പാരലായിട്ട് വരയ്ക്കണം? BC കൊണ്ട് ചേർത്ത് നിർത്തണം. BC എവിടാ? ഓക്കെ, BC ചേർന്നില്ല. കറക്റ്റ്, യെസ്, BC കൊണ്ട് വെച്ചു. ഓക്കെ, എനിക്ക് ഈ വരയ്ക്കാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ വരച്ചാൽ എത്തിയല്ലാന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ട് ഞാൻ ഇവനെ കുറച്ചും കൂടി ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇതിനെ കുറച്ച് ഓക്കെ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ സ്കെയിലിനെ എടുക്കുകയാണ്. സ്കെയിലിനെ എടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഒരു സൈഡിൽ വയ്ക്കുന്നു. ഓക്കെ, നോക്കണേ, ഞാൻ ഈ സ്കെയിലിനെ എടുത്ത് ഇവിടെ വെക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനെ തിരിക്കട്ടെ. ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങൾക്കും ഇത് സംഭവിക്കും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ വരയെ കൂടി എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പാരൽ ലൈൻസ് വരയ്ക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യാണ്? ആ വരയും കൂടി കിട്ടുന്ന രീതിയിൽ സ്കെയിലിനെ ഞാൻ ഇങ്ങോട്ടേക്ക് നീക്കി, കുറച്ചങ്ങ് നീക്കി. എന്നിട്ട് ഈ സെറ്റ് സ്ക്വയറിനെ നേരെ മുകളിലോട്ട് നീക്കിയാൽ മതി. ഈ നമ്മുടെ സ്കെയിലെ പോയി മുടണം. ഓക്കെ, പോട്ടെ. എന്നിട്ട് സ്കെയില് കറക്റ്റ് ഇതിലേക്ക് മുട്ടുന്ന രീതിയിൽ സ്കെയിലിനെ ഞാൻ അറേഞ്ച് ചെയ്തു. റെഡി? ഇനിയോ സ്കെയിലിനെ ഞാൻ പിടിച്ചു, ഇവനെ ഞാൻ ഇങ്ങനെ നീക്കും, കറക്റ്റ് നീക്കും. സൈഡിൽ കൂടി നീക്കി സ്കെയിലെ കൂടി വെച്ച് കഴിയുമ്പോൾ കറക്റ്റ് നീങ്ങി വരും. ഓക്കെ, എന്നിട്ട് ഞാൻ വേറെ കളർ എടുക്കാം. ഞാൻ എന്ത് ചെയ്തു? ഇവിടെ നിന്നൊരു വര വരച്ചു. ഇനി അടുത്ത നമ്മൾ ഈക്വലായിട്ട് മുറിച്ചതിലേക്ക് സ്കെയിൽ കഴിഞ്ഞ് അങ്ങനെ പിടിച്ചേക്കാണേ. എന്നിട്ട് എന്ത് ചെയ്തു? അടുത്ത പോയിന്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? വര വരച്ചു. എനിക്കിനി 11 വേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മളിതിനെ ഈ വരേനെ AB എന്ന് പറയുന്ന 11 സെൻറ്റിമീറ്ററുള്ള വരേനെ 3 ഈക്വൽ ഭാഗങ്ങളായിട്ട് തുല്യ ഭാഗങ്ങളായിട്ട് മുറിച്ചു. 3 ഈക്വൽ ഭാഗങ്ങളായിട്ട് മുറിച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമുക്കൊരു ഈക്വലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കണം. വേണമെങ്കിൽ ഞാനിവിടെ P എന്നും Q എന്നും എഴുതുവാണ്. അപ്പം APയും PQയും QBയും ഈക്വലാണ്. ഇനി എനിക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആരെ എടുക്കുകയാണ്? കോമ്പസിനെ എടുക്കണം. നിങ്ങൾ എടുക്കണം. എന്തിനെടുക്കണം? കോമ്പസ് എടുക്കണം. കോമ്പസ് എടുത്ത ശേഷം ഇതാ ഇങ്ങ് കൊണ്ടുപോവുക.
ക്യൂവിൽ കുത്തി. എവിടെ കുത്തി? ക്യൂവിൽ കുത്തിയിട്ട് ഞാൻ ഇവനെ ഇങ്ങനെ നീട്ടിയിട്ട് ബി വരെയുള്ള നീളം എടുത്തു. എവിടെ വരെയുള്ള നീളം എടുത്തു? ബി വരെയുള്ള നീളം ഞാൻ എടുത്തു. എടുത്തതിന് ശേഷം ഞാൻ ഇവനെ ആർക്ക് വരയ്ക്കുകയാണ്. കണ്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ നോക്കണേ, ഞാൻ ഇവിടെ ഒരു ആർക്ക് വരച്ചു. വലിയൊരു ആർക്ക് ഇരുന്നുണ്ട്. ഓക്കെ, ഇനി ഇവനെ ഞാൻ എടുത്തു. അവനെ ഞാൻ ഇങ്ങനെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എവിടെ കുത്തി? പിയിൽ കുത്തി. പിയിൽ കുത്തിയിട്ട് വേണ്ട, പിയിൽ കുത്തിയിട്ട് ഞാൻ ഏത് അളവെടുത്തു? പിയിൽ കുത്തിയ ശേഷം പിയിൽ നിന്ന് എ വരെയുള്ള നീളം എടുത്തു. നേരത്തെ എടുത്ത അളവ് തന്നെ മതി കേട്ടോ. കാരണം ഈ 3 അളവുകളും എന്താണ്? ഈക്വൽ ആണ്. ഇവിടെ ഞാൻ ഇങ്ങനെ എടുക്കാൻ കാരണം ഈക്വൽ അല്ലാത്ത ഡിവിഷൻസിന്റെ ചിത്രങ്ങൾ നമ്മൾ വരയ്ക്കാൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? പിയിൽ നിന്ന് എ വരെയുള്ള നീളം എടുത്തു. നീളം എടുത്ത ശേഷം ഞാൻ ഇവനെ ഇങ്ങനെ കൊണ്ടുവരുവാണ്. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടെ എത്തിയിട്ട് എന്ത് ചെയ്തു? ഒരു ആർക്ക് വരച്ചു. എന്ത് ചെയ്തു? ഞാൻ അവിടെ എത്തിയിട്ട് ഒരു ആർക്ക് വരച്ചു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ഇവിടെ ഒരു പോയിന്റ് PQR എന്ന് വേണമെങ്കിൽ എഴുതാം. ഇനി സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് തീർന്നു പരിപാടി. വളരെ സിമ്പിളാണ്. നമുക്ക് എന്ത് ചെയ്യുക? നമ്മുടെ സ്കെയിലിനെ ഇങ്ങോട്ട് എടുക്കുക. പിയിൽ നിന്ന് ആറിലേക്ക് വരയ്ക്കുക. എന്ത് ചെയ്യുക? വരച്ചേ പിയിൽ നിന്ന് ആറിലേക്ക് വരയ്ക്കുക. പി എടുക്കുക, ഇച്ചിരി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്തു? പിയിൽ നിന്ന് ആറിലേക്ക് വരച്ചു. ഇനിയോ ക്യൂവിൽ നിന്നും അതുപോലെ തന്നെ ആറിലേക്ക് വരയ്ക്കുക. എവിടെ നിന്ന് വരയ്ക്കുക? ക്യൂവിൽ നിന്ന് അതേപോലെ ആറിലേക്ക് വരയ്ക്കുക. വരച്ചോ? വരച്ചു. അപ്പം നമുക്ക് ഇവിടെ എന്ത് കിട്ടി? നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ആരെ കിട്ടി? ഇവിടെ കിട്ടിയ ഈ പറയുന്ന PQR ആണ് എന്ത്? നമ്മൾ ഉദ്ദേശിച്ച ട്രയാങ്കിൾ, ഇല്ലെങ്കിൽ നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞ ട്രയാങ്കിൾ. ഇതെന്തായിരിക്കും? ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. സമഭുജ ത്രികോണമായിരിക്കും. എല്ലാ വശങ്ങളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? സമഭുജ ത്രികോണം ഇല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുന്നത്. തന്നിരിക്കുന്ന പെരിമീറ്റർ ഉപയോഗിച്ച്, ചുറ്റളവ് ഉപയോഗിച്ച് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പോസ് ചെയ്യണം. വീണ്ടും എന്ത് ചെയ്യണം? റീവൈൻഡ് ഒക്കെ അടിച്ചിട്ട് എന്ത് ചെയ്യും? ബാക്ക് പോയിട്ട് വീണ്ടും കണ്ടു നോക്കണം. നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. കാരണം നമുക്ക് കൺസ്ട്രക്ഷൻസ് ഒക്കെ നന്നായിട്ട് വരച്ച് പഠിക്കാനേ ഉള്ളൂ. വരച്ചേ പഠിക്കണം, കേട്ടിരുന്നാൽ പോരാ. നിർബന്ധമായിട്ടും പെന്നും പെൻസിലും ഒക്കെ എടുത്ത് വരച്ച് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്കൊക്കെ വരാൻ ഒരുപാട് സാധ്യതയുള്ള ചോദ്യമാണ് കേട്ടോ കൺസ്ട്രക്ഷൻ, നിർമ്മിതി എന്ന് പറയുന്നത്. കാര്യം അപ്പം നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഡ്രോ എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 15 സെൻറ്റിമീറ്റർ. 15 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സ്ക്വയർ, സമചതുരം നിർമ്മിക്കുക. സമചതുരം. നേരത്തെ സമഭുജ ത്രികോണം എന്നാണ് പറഞ്ഞത്. ത്രികോണത്തിന് എത്ര വശമുണ്ട്? 3 വശം. അപ്പോൾ സമചതുരം സ്ക്വയറിന് എത്ര വശമുണ്ട്? നിങ്ങൾക്കറിയാം. എത്ര വശമുണ്ട്? 4 വശം. ത്രികോണം പറഞ്ഞപ്പോൾ നമ്മൾ അവനെ 3 ആക്കി മുറിച്ചു അല്ലേ? 15 സെൻറ്റിമീറ്റർ വരച്ച് 3 ആക്കി മുറിച്ചു. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ക്വയർ ആണ്. അപ്പോൾ 15നെ നമ്മൾ എത്രയായിട്ട് മുറിക്കണം? 4 കഷ്ണമായിട്ട് മുറിക്കണം. എന്ത് ചെയ്യണം? 4 പീസായിട്ട് നമുക്ക് ഇവനെ മുറിക്കണം. അതിനുവേണ്ടി നമുക്ക് ആദ്യം എന്തെടുക്കാം? നേരത്തെ അതേ പ്രോസസ്. സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തട്ടോ. എത്ര സെൻറ്റിമീറ്റർ? 15 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? 15 സെൻറ്റിമീറ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു വര അങ്ങോട്ട് വരയ്ക്കാം. 15 സെൻറ്റിമീറ്ററിൽ നമുക്കൊരു വര വരയ്ക്കാം. തുടങ്ങി ഇവിടെ തൊട്ട് 15 സെൻറ്റിമീറ്ററിൽ വര വരച്ചു. ഇനി എന്ത് ചെയ്യണം? ഈ 15 സെൻറ്റിമീറ്ററുള്ള വരേനെ 4 ഈക്വൽ ഭാഗങ്ങളാക്കണം. ഓക്കെ, അപ്പോൾ 4 ഈക്വൽ ഭാഗങ്ങളാക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ 3 ഈക്വൽ ഭാഗങ്ങളാക്കാൻ നേരത്ത് 3ൻ്റെ മൾട്ടിപ്പിൾ എടുത്തു. 4 ഈക്വൽ ഭാഗങ്ങളാക്കാൻ നേരത്ത് 4ൻ്റെ മൾട്ടിപ്പിൾസ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, 4ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ? 4, 8, 12. നമുക്ക് 8 എടുക്കാം. ഓക്കെ, 8 ആണെങ്കിൽ
ഓരോ കഷ്ണവും അതായത് 8/4 എത്ര സെൻറ്റിമീറ്റർ വീതമായിരിക്കും? 2 സെൻറ്റിമീറ്റർ വീതം എടുത്താൽ മതിയാവും അല്ലേ? 2 2 4 2 6 2 8 ഈക്വൽ ആയിട്ട് എടുക്കുക. ഓക്കെ, കാരണം സ്ക്വയറിൻ്റെ 4 വശങ്ങളും എന്തായിരിക്കും? തുല്യമായിരിക്കും. തുല്യമായിട്ടുള്ളതാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു? നമ്മുടെ സ്കെയിൽ എടുക്കുന്നു, ഒരാംഗിൾ അങ്ങോട്ട് എടുക്കുന്നു. എത്രയാണെന്നൊന്നുമില്ല, നമ്മൾ ഒരാംഗിൾ ഇങ്ങോട്ട് എടുത്തു. എന്നിട്ടോ 8 സെൻറ്റിമീറ്റർ വര നമ്മളങ്ങോട്ട് വരയ്ക്കുന്ന അത്ര തന്നെ. നമുക്ക് വേറെ കളറിലങ്ങ് വരച്ചേക്കാം. ഓക്കെ, 8 സെൻറ്റിമീറ്റർ വരച്ചു. ഇനിയോ നമുക്ക് ഇതിൻ്റെ പേര് കൊടുക്കണ്ടേ? AB. പേര് നിർബന്ധമൊന്നുമില്ല കേട്ടോ, എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള എളുപ്പത്തിനാണ് ഞാൻ AB എന്ന് കൊടുത്തത്. ദെൻ ഈ പോയിന്റ് C. ഇനി എനിക്ക് എന്ത് ചെയ്യണം? നേരത്തെ വരച്ച പോലെ BC എന്ത് ചെയ്യണം? കൂട്ടി വരയ്ക്കണം. BC കൂട്ടി വരയ്ക്കാൻ വേണ്ടി സ്കെയിൽ എടുത്തു, തിരിച്ചു കൊണ്ടുപോവുക, കറക്റ്റ് BC തന്നെ ചേർത്ത് വയ്ക്കും. BC ചേർന്നില്ല, ഇച്ചിരിയും കൂടി വയ്ക്കാം. ഓക്കെ, എത്തിയോ? ശകലം കൂടി. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അടുത്ത വര ഇങ്ങോട്ട് വരച്ചു. അതും ചുവന്ന നിറത്ത് തന്നെ നടന്നോട്ടെ. ഓക്കെ, നമ്മൾ എന്ത് വരച്ചു? BC വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? BCക്ക് പാരലായിട്ട് നമുക്ക് വര വരയ്ക്കണം. പക്ഷെ നമ്മൾ ഇതിനെ എന്തായില്ല, 2 സെൻറ്റിമീറ്റർ വെച്ച് 4 ഈക്വൽ കഷ്ണങ്ങളാക്കി മുറിച്ചില്ല അല്ലേ? അത് മറന്നുപോയില്ലേ? നമുക്ക് അവനെ ആദ്യം അങ്ങോട്ട് മുറിക്കാം. അത് സ്കെയിലും കൊണ്ട് വരയ്ക്കുമ്പോൾ തന്നെ മുറിച്ചോളൂ കേട്ടോ. അതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം. പിന്നെ എന്തിനാ നമ്മൾ അതിൻ്റെ ഇരട്ടിപ്പണിക്ക് നിൽക്കുന്നത്? അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്താൽ മതി? വരച്ചു പോയാൽ മതി. ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്യുക. 2 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ. അതിനെ അങ്ങ് മാറ്റിയേക്കാം. ഇതാണ് 2, 4, 6. അതായത് ഓരോ കഷ്ണവും എത്ര സെൻറ്റിമീറ്റർ ആക്കി മുറിച്ചു? 2 സെൻറ്റിമീറ്റർ ആയിട്ട് നമ്മൾ മുറിച്ചു. 2 സെൻറ്റിമീറ്റർ ആയിട്ട് മുറിച്ചു. ഇനി നമുക്ക് BCക്ക് പാരലൽ വരയ്ക്കാൻ വേണ്ടി ആരെ എടുക്കാം? നമുക്ക് സെറ്റ് സ്ക്വയറിനെ എടുക്കാം. സെറ്റ് സ്ക്വയർ എടുത്തേ. സെറ്റ് സ്ക്വയർ എടുത്ത ശേഷം നമുക്ക് ഇവനെ അങ്ങ് തിരിച്ച് ആർക്ക് ചേർത്ത് വയ്ക്കാം? BCയിൽ ചേർത്ത് വയ്ക്കാം. BC എവിടെ? ഇതാണ് നമ്മുടെ BC. BCയിൽ ചേർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, BCയിൽ ചേർത്ത് വെച്ചു. ഞാൻ ഇവനെ കുറച്ച് ഇങ്ങോട്ട് നീക്കിക്കൊണ്ട് പോവുകയാണ്. ഓക്കെ, അതൊന്നും പ്രശ്നമല്ല. നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നീക്കിയെന്നറിയോ? ഇതിൽ കൂടിയൊക്കെ നമുക്ക് പാരലൈൻസ് വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ കുറച്ചങ്ങോട്ട് നീക്കി. ഓക്കെ, നീക്കിയ ശേഷം ഇനി ആരെ എടുത്തു? നമ്മൾ സ്കെയിലിനെ എടുത്തു. സ്കെയിലിനെ എടുത്തിട്ട് എനിക്ക് ഇവിടുത്തെ ഈ വരയ്ക്ക് പാരലായിട്ടാണ് ഇവനെ വെക്കേണ്ടത് അല്ലേ? പാരലായിട്ടല്ല, ചേർത്താണ് വെക്കേണ്ടത്. അപ്പോൾ ഞാനിത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മുഴുവനായിട്ട് കാണില്ല. കാണാത്ത എന്താണ്? എൻ്റെ പകുതി എന്താണ്? മേളോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ വര ഒന്നുമില്ലേ? അതുകൊണ്ട് നമുക്ക് ആ വരയൊന്നും വേണ്ട. ശരി, നമുക്ക് ഇവനെ കൊണ്ടുപോയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. നമുക്കിങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് നമ്മുടെ സെറ്റ് സ്ക്വയറിൽ ചേർത്ത് വെക്കണം. ചേർന്നില്ല അല്ലേ? നമുക്ക് ഒന്നും കൂടി ചേർത്ത് വെക്കാം. ചേർന്നോ? ഇല്ല. പൊട്ടിക്കും കൂടി. ചേർന്നോ? ഇല്ല. കുറച്ചും കൂടി ചേർത്ത് വയ്ക്കുക. ഓക്കെ, ബാക്കി ഇതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടെന്ന് ഓർത്തേക്കണേ. വരച്ചത് കുറേ മുകളിലിരിക്കുന്നതുകൊണ്ടാണ്. ഇനി ഞാൻ സ്കെയിൽ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ വര വരയ്ക്കാൻ പോവാണ്. ഇനി എൻ്റെ സ്കെയിൽ ഞാൻ അമർത്തി പിടിക്കും. സെറ്റ് സ്ക്വയറിന് ഇങ്ങനെ താഴോട്ട് കൊടുക്കും. സെറ്റ് സ്ക്വയർ ചെരിഞ്ഞ് പോരുത് കേട്ടോ. ചെരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഈ ലൈൻസ് എന്താവില്ല? പാരലൽ ആവില്ല. ഇനി ഞാൻ എന്ത് ചെയ്തു? പാരലൽ ഒരു വര വരച്ചു. ദെൻ വീണ്ടും നേർക്ക് ഇങ്ങനെ മറ പോരുത്. സ്കെയിലിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ കൊണ്ടുവരണം. അടുത്ത പോയിന്റിലെത്തി കഴിയുമ്പോൾ അടുത്ത വര വരച്ചു. ഇനി ഇവൻ ഇങ്ങനെ കൊണ്ടുവന്ന് സ്കെയിലിൻ്റെ സൈഡിൽ കൂടി തന്നെ കൊണ്ടുവരണം കേട്ടോ. ഉള്ളിൽ കയറി പോരുത്. ദെൻ ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അടുത്ത വരയും വരച്ചു. ഇനി നമുക്ക് ആരെ വേണ്ട? നമുക്ക് സെറ്റ് സ്ക്വയറിന് വേണ്ട. സ്കെയിലിന് ആവശ്യമുണ്ട്. അതിനോട് നിന്നോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 15 സെൻറ്റിമീറ്റർ എന്നുള്ള വരേനെ ഇപ്പം 4 ഈക്വൽ കഷ്ണമായി. 1, 2, 3, 4 ഈക്വൽ കഷ്ണമായിട്ട് നമുക്ക് കിട്ടി. ഇനി ഇതിൽ ഏത് സ്ഥലത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാം. ഞാൻ തൽക്കാലം നടുക്ക് സ്ക്വയറിനെ വരയ്ക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ നടുക്കത്തെ പീസ് ഞാനിങ്ങ് എടുത്തു. ഓക്കെ, ഞാൻ വേണ്ട പേര് കൊടുക്കാം. എന്ത് പേര് കൊടുക്കാം?
നമുക്ക് ഇവന് പി ക്യു ആർ എന്ന് പേര് കൊടുക്കാം. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചപ്പോൾ ഇവനെ എത്ര കഷ്ണമാക്കി? 1, 2, 3, 4 കഷ്ണമാക്കി. ഇതിൽ എൻ്റെ കോമ്പസ് എടുത്തുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോവാണ്. ഞാൻ എന്ത് ചെയ്തു? ക്യൂവിൽ വെച്ചു. ക്യൂവിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്കുള്ള നീളം ഞാൻ എടുക്കുകയാണ്. ഓക്കെ, അതാ ക്യൂവിൽ വെച്ച് 6 വരെയുള്ള നീളം ഞാൻ എടുത്തു. എന്ത് ചെയ്തു? 6 വരെയുള്ള നീളം ഞാൻ എവിടെ വെച്ചിട്ടെടുത്തു? ക്യൂവിൽ വെച്ചെടുത്തു. എന്നിട്ട് ഞാനൊരു ആർക്ക് വരയ്ക്കാൻ വേണ്ടി പോവാണ്. ലിസൺ ഹിയർ. ഇവിടെ ആർക്ക് വരച്ചില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ആർക്ക് വരയ്ക്കാതെയും ചെയ്യാം, എന്നാലും നമുക്ക് ആർക്ക് വരച്ച് തന്നെ ചെയ്ത് നോക്കാം. ഇതാ എനിക്ക് ഇങ്ങനെയാണ് ഇവിടെ ഒരു സ്ക്വയർ വരയ്ക്കേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഇവിടെ വെച്ച്, ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്, ഇവനെ ഞാൻ എന്ത് ചെയ്തു? ഒരു ചെറിയ ആർക്ക് ഇവിടെ വരച്ചു. ഓക്കെ, ഇത് എന്താണ്? ഇത് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ എല്ലാ വശവും ഈക്വൽ ആണ്. അതുകൊണ്ട് ഞാൻ അവനെ അങ്ങനെ തന്നെ മാറ്റാതെ പിയിൽ കൊണ്ടുപോയി വെച്ചു. പിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് നേരെ ഞാൻ ഇവിടെ ഒരു ആർക്ക് വരച്ചു. എവിടെ? ഇവിടെയും ഒരു ആർക്ക് ഞാൻ വരച്ചു. ഇവൻ എനിക്ക് വേണ്ട. ഇനി ഞാൻ ചെയ്യുന്നത്, ഒന്നല്ലെങ്കിൽ എനിക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരയ്ക്കാം, ഇല്ലെങ്കിൽ പ്രൊട്രാക്ടർ എടുക്കാം. പ്രൊട്രാക്ടർ എടുത്ത ശേഷം നമുക്കറിയാം സ്ക്വയറിൻ്റെ എല്ലാ ആംഗിൾസും എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഇവനെ നമ്മൾ ഒന്നിങ്ങ് തിരിച്ചു, തല തിരിച്ചിട്ട് നേരെ ക്യൂവിൽ കൊണ്ടുപോയി വെച്ചു. ക്യൂവിൽ കൊണ്ടുപോയി കൃത്യമായിട്ട് പ്ലേസ് ചെയ്തു. കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത ശേഷം എത്ര ഡിഗ്രിയാണ്? അങ്ങനെ ഇരിക്കട്ടെ, ക്യൂവിൽ വരട്ടെ. ക്യൂവിൽ വന്നു, കറക്റ്റ് വന്നു. അതിനുശേഷം എത്ര ഡിഗ്രി മാർക്ക് ചെയ്തു? 90 ഡിഗ്രി മാർക്ക് ചെയ്തു. എത്ര ഡിഗ്രി മാർക്ക് ചെയ്തു? നമ്മൾ 90 ഡിഗ്രി ഇവിടെ നിന്ന് മാർക്ക് ചെയ്തു. എവിടെ ഇരിക്കുന്നത്? ഇവിടെയാണ് 90 ഡിഗ്രി മാർക്ക് ചെയ്തു കേട്ടോ. ഞാൻ ഇവനെ ഇങ്ങ് മാറ്റുകയാണ്. ദിസ് ഈസ് 90 ഡിഗ്രി. ഇനി എനിക്ക് ഈ സ്കെയിൽ എടുത്തുകൊണ്ട് വരാം. സ്കെയിൽ എടുത്തുകൊണ്ട് വന്നിട്ട് എനിക്ക് ഈ പോയിന്റ്, അതായത് 90 ഡിഗ്രി ഞാൻ ഇവിടെ മാർക്ക് ചെയ്താണ്. ആ 90 ഡിഗ്രി കൂടി ഞാൻ എന്ത് ചെയ്തു? ഒരു വരയും വരച്ചു. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? 90 ഡിഗ്രിയിൽ ഒരു വര വരച്ചു. ഇനി നമുക്ക് കോമ്പസ് ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്യാം. എന്തായാലും നമ്മൾ പ്രൊട്രാക്ടർ എടുത്ത് സ്ഥിതിക്ക് ആ പ്രൊട്രാക്ടറിനെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്റർ കേട്ടോ, സെൻറ്റർ എന്ന് പറഞ്ഞാൽ നേരെ നമ്മൾ പിയിൽ കൊണ്ടുപോയി വയ്ക്കുകയാണ്. പിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് അവിടെയും നമ്മൾ എന്ത് ചെയ്തു? ഒരു 90 ഡിഗ്രി എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്ത ശേഷം ഞാൻ അവനെ ഒഴിവാക്കി. ഞാൻ എൻ്റെ സ്കെയിൽ എടുത്തിട്ട് വന്നു. സ്കെയിൽ എടുത്തിട്ട് വന്ന ശേഷം ഞാൻ എന്ത് ചെയ്തു? അവിടെയും ഒരു വര വരച്ചു. ഓക്കെ, ഇനി ഞാൻ ഇവനെ ഒന്ന് തിരിക്കുകയാണ്. ഈ സ്കെയിലിനെ ഞാനങ്ങ് തിരിച്ചു. തിരിച്ചതിന് ശേഷം ഇതാ ഇവിടെ കൊണ്ടുവന്നു. ഈ 2 പോയിന്റും ചേർത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു വര ഇങ്ങോട്ട് വരച്ചു. ഇപ്പോൾ എനിക്കിവിടെ എന്ത് കിട്ടി? എനിക്കിവിടെ ഒരു ആരെ കിട്ടി? PQRST, അതായത് PQST എന്ന് പറയുന്ന ആരെ കിട്ടി? ഒരു സ്ക്വയറിനെ കിട്ടി. ഈ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എത്രയായിരിക്കും? ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 15 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതിൻ്റെ ചുറ്റളവിൻ്റെ പെരിമീറ്റർ എത്രയാണ്? ഇവിടെ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞത് എത്രയാണ്? 15 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 15 സെൻറ്റിമീറ്റർ പെരിമീറ്റർ ഉള്ള ആരെ ഞാനിവിടെ വരച്ചു? ഒരു സ്ക്വയറിനെ വരച്ചു. ഓക്കെ, എളുപ്പമല്ലേ? അതായത് നമ്മൾ എങ്ങനെയാണോ ഇക്വിലാറ്റർ ട്രയാങ്കിൾ വരച്ചത് അതുപോലെ തന്നെ ഇവനെയും നമ്മൾ വരച്ചു. വരച്ചു കഴിഞ്ഞാൽ ഒരു ലൈക്കൊക്കെ പോരട്ടെ കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് നോക്ക്. അൺഈക്വൽ ഡിവിഷൻ. 3 or more parallel lines cut any 2 lines in the same ratio. 3 അതിലധികമോ സമാന്തര വരകൾ ഏത് 2 വരകളെയും മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിൽ ആണ്. ഓക്കെ, അതായത് 1, 2, 3, 4 3 അതിലധികമോ എന്നല്ല പറഞ്ഞ് 3 പാരലൽ ലൈൻസ്. ദെൻ ഞാനൊരു വര ഇങ്ങോട്ട് വരച്ചു. ഓക്കെ, ഇത് പി ആണ്, ഇത് ക്യൂ ആണ്, ഇത് ആർ ആണെന്ന് വിചാരിക്കുക. മറ്റൊരു വരയും കൂടി ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. അടുത്തൊരു വര ഇതാ കിടക്കുന്നു. ഓക്കെ, ദെൻ നിങ്ങൾക്കറിയാം എന്തായാലും പിൻ്റെ അതേ നീളമായിരിക്കില്ല. ഇവിടുത്തെ ഞാനിതിന് STU എന്ന് കൊടുത്തു.
പിന്റെ അതേ നീളമായിരിക്കില്ല എസിന്, അതേപോലെ തന്നെ ക്യൂവിന്റെ അതേ നീളമായിരിക്കില്ല ടിക്ക്, ആറിന്റെ അതേ നീളമൊന്നും ആയിരിക്കില്ല യുവിനുണ്ടായിരിക്കുക. പക്ഷേ പക്ഷേ ഈ ഈ നീളമുണ്ടല്ലോ, ഈ നീളവും ഒരേ അനുപാതത്തിലായിരിക്കും, ഒരേ റേഷ്യോയിലായിരിക്കും. അതായത് ഇത് തമ്മിൽ ഒരു ബന്ധമുണ്ടായിരിക്കും. ആ ബന്ധം എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കാം. അതേപോലെ തന്നെ ഈ ക്യൂവും ഈ ടിയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കും. കാരണം ഇതിൽ തമ്മിൽ ഒരേ റേഷ്യോയിലായിരിക്കും ഇവനെ മുറിക്കുക, ഒരേ അംശബന്ധത്തിൽ അല്ലെങ്കിൽ ഒരേ അനുപാതത്തിലായിരിക്കും. ആറും യുവും തമ്മിലും എന്തുണ്ടാവും? ഒരു റിലേഷൻ ഉണ്ടാവും. ചിലപ്പം ഇതിൻ്റെ ഇരട്ടിയായിരിക്കാം, ചിലപ്പോൾ ഇതിൻ്റെ പകുതിയായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ 3 ടൈംസ് ആയിരിക്കാം, 3 ഇരട്ടിയായിരിക്കാം. അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ഇവ തമ്മിൽ എന്തുണ്ടാവും? ഒരു ബന്ധമുണ്ടാകും എന്നാണ് നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ബന്ധം ഉപയോഗിച്ച് നമ്മൾ കണക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തൊരു പാർട്ടും കൂടി ഉണ്ട് കേട്ടോ. ഈ വീഡിയോയ്ക്ക് മറ്റൊരു പാർട്ട് ഉണ്ടാവും. ആ പാർട്ടിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. ഇതിനകത്ത് നമ്മൾ മുഴുവൻ എന്താണ്? കൺസ്ട്രക്ഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് ഉപയോഗിച്ചുള്ള കൺസ്ട്രക്ഷൻ നമുക്ക് നോക്കാം, നിർമ്മിതി നോക്കാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അതാണല്ലോ. ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് പെരിമീറ്റർ 15 സെന്റിമീറ്റേഴ്സ് ആൻഡ് സൈഡ്സ് ഇൻ ദ റേഷ്യോ 3:4. ചുറ്റളവ് 15 സെന്റിമീറ്ററും വീതിയും നീളവും 3:4 എന്ന അംശബന്ധത്തിലുമായ ചതുരം നിർമ്മിക്കുക. ഏതാണ്ട് എല്ലാം നമ്മൾ വരച്ച രീതി തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതനുസരിച്ച് നമുക്ക് വരയ്ക്കാം. എത്രയാണ്? ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് പെരിമീറ്റർ 15 സെന്റിമീറ്റർ. നേരത്തെ വരച്ച പോലെ തന്നെ പെരിമീറ്റർ 15 ആണ്, സ്ക്വയർ അല്ല. ഇതെന്താണ്? ഒരു റെക്ടാങ്കിൾ ആണ്. സമചതുരമല്ല, ചതുരമാണ്. ചതുരം വരയ്ക്കാനുള്ള സമയത്ത് ശ്രദ്ധിക്കണം. സമചതുരം വരയ്ക്കാൻ നേരത്തെ നമ്മൾ ഈക്വൽ ആയിട്ട് ചകചകയെന്ന് അങ്ങോട്ട് വരച്ചു പോയി. പക്ഷേ സമചതുരം വരച്ചപ്പോൾ അല്ലെ, ചതുരം വരയ്ക്കാൻ നേരത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചതുരത്തിന്റെ പെരിമീറ്റർ എത്രയാണ് നോക്കുക. പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എത്രയാന്ന് നോക്കുക. ചുറ്റളവ് എത്രയാണ് തന്നിരിക്കുന്നത്? 15 അല്ലെ. അങ്ങനെയാണെങ്കിൽ ചുറ്റളവിന്റെ പകുതി എടുക്കണം. ഓക്കെ, എന്ത് ചെയ്യണം? ചുറ്റളവിന്റെ പകുതി എടുക്കണം. കാരണം നീളവും വീതിയും കൂട്ടിക്കഴിഞ്ഞാൽ, ഒരു ചതുരത്തിന്റെ നീളവും വീതിയും കൂട്ടിയാൽ ചുറ്റളവിന്റെ പകുതിയാണ് കിട്ടുക. അതുകൊണ്ട് റെക്റ്റാങ്കിൾ ആണെങ്കിൽ മാത്രം ഇതിന്റെ പകുതി എടുക്കണം. 15ന്റെ പകുതി എത്രയാണ്? നമുക്ക് എന്ത് കിട്ടും? 7.5 അല്ലെങ്കിൽ 7.5 എന്ന് കിട്ടും. 7.5 സെന്റിമീറ്റർ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനിയൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെയാണ് കേട്ടോ. അതൊക്കെ വരച്ച് പഠിച്ചവർക്ക് ഇനി വളരെ സിമ്പിളാണ്. പൊട്ടപ്പൊട്ടയെന്ന് ആൻസറും കിട്ടും. നമുക്ക് സ്കെയിൽ എടുക്കുക. എവിടെ നമ്മുടെ സ്കെയിൽ വന്നു? എത്ര സെന്റിമീറ്റർ വരയ്ക്കുക? 7.5 സെന്റിമീറ്ററിൽ വരയ്ക്കുക. കണ്ട, 7 കഴിഞ്ഞിട്ട് കറക്റ്റ് പകുതി 7.5 സെന്റിമീറ്ററിൽ വരച്ചു. അപ്പോൾ ഇതിൻ്റെ നീളം എത്രയാണ്? 7.5 സെന്റിമീറ്റർ. AB ഞാൻ വരച്ചു കേട്ടോ. ഇനിയോ നമുക്ക് മുറിക്കേണ്ട റേഷ്യോ എത്രയാണ്? 3:4. നേരത്തെ ഈക്വൽ കഷ്ണങ്ങളാക്കണമായിരുന്നു. ഈക്വൽ കഷ്ണങ്ങളാക്കിയപ്പോൾ ട്രയാങ്കിൾ ആയിരുന്നപ്പോൾ നമ്മൾ 3 കഷ്ണമാക്കി എടുത്തു അല്ലെ, 3 ഈക്വൽ പീസാക്കി. എന്നിട്ട് നമ്മൾ 3ന്റെ മൾട്ടിപ്പിൾ 6 സെന്റിമീറ്ററിൽ വരച്ചു. അതേപോലെ തന്നെ സ്ക്വയർ വരയ്ക്കാൻ നേരം നമ്മൾ 4 കഷ്ണങ്ങളാക്കി 2 സെന്റിമീറ്റർ വീതം 8 സെന്റിമീറ്റർ നമ്മൾ വരച്ചു. ഇവിടെ ഇനി അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ ആ റേഷ്യോന് എന്ത് ചെയ്യുക? ജസ്റ്റ് കൂട്ടുക. നമ്മുടെ റേഷ്യോ 3:4 ആണ്. അപ്പോൾ 3ഉം 4ഉം കൂടി ഒന്ന് കൂട്ടിയേക്കുക. 3ഉം 4ഉം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 7 എന്ന് കിട്ടും. ഓക്കെ, 7 സെന്റിമീറ്റർ എന്നല്ല, 7 എന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത്, നമ്മുടെ സ്കെയിൽ എടുത്തു, നമുക്ക് ഇഷ്ടമുള്ള ആംഗിൾ നമ്മൾ എടുത്തു. നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക, ഈ കിട്ടിയ 7 സെന്റിമീറ്റർ ആണ് നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്നത്. എന്താണ്? നമുക്ക് ഈ കിട്ടിയ 7 സെന്റിമീറ്റർ ആണ് നമ്മൾ ഇനി വരയ്ക്കുന്നത്. കണ്ട, 7 സെന്റിമീറ്റർ വരച്ചു. എന്നിട്ട് ഏത് റേഷ്യോയിലാണ് മുറിക്കേണ്ടത്? 3:4. അപ്പം 3 സെന്റിമീറ്ററിലും 4 സെന്റിമീറ്ററിലും നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് പോയിന്റ് ഇടാം. 3 സെന്റിമീറ്റർ. ഓക്കെ, 3 സെന്റിമീറ്ററിൽ നമ്മൾ എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. 4 സെന്റിമീറ്ററിൽ മാർക്ക് ചെയ്താൽ ഓൾറെഡി അവിടെ തന്നെ കിട്ടും. അപ്പം ഇതാണ് 3 സെന്റിമീറ്ററിലെ മാർക്ക്, 4 സെന്റിമീറ്റർ. അപ്പോൾ ഇതെത്രയാ? 3 സെന്റിമീറ്റർ.
ഇത് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. ദാറ്റ് മീൻസ് ഇത് തമ്മിലുള്ള റേഷ്യോ എന്താണ്? 3:4. നമ്മൾ പഠിച്ചു, നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു, ഒരേ റേഷ്യോയിലാണ് ഒരു പാരലൈൻസ്, ഒരു വരേനെ ഒരേ റേഷ്യോയിലാണ് മുറിക്കുന്നതെങ്കിൽ മറ്റേത് വരേനെയും അത് അതേ റേഷ്യോയിലേ മുറിക്കുകയുള്ളൂ. അതായത് ഇവിടെ നിന്ന് നമ്മൾ പാരലൈൻസ് വരച്ചു കഴിഞ്ഞാൽ എ ബിനെയും അതേ അംശബന്ധത്തിൽ അനുപാതത്തിലായിരിക്കും ഇവരെന്ത് ചെയ്യുക? മുറിക്കുക. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ ഏതാ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നത്തെ കണ്ടീഷനിൽ നമ്മൾ പഠിച്ചായിരുന്നു. 3 or more parallel lines cut any 2 lines in the same ratio. 3 അതിലധികമോ സമാന്തര വരകൾ ഏത് 2 വരകളെ മുറിക്കുന്നത്? ഒരേ അംശബന്ധത്തിലാണ്. അപ്പോൾ ഇനി പാരലൈൻസ് വരച്ചാൽ ഇതേ റേഷ്യോയിലായിരിക്കും നമുക്ക് താഴെയും മുറിക്കുക. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നമ്മുടെ സ്കെയിൽ എടുത്തു, തിരിച്ചു പിടിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? നമുക്കിവിടെ സി അടയാളപ്പെടുത്തിയില്ല. ബി സി എന്ന് വരയ്ക്കണം. BC വരയ്ക്കണം. ഇപ്പോൾ സ്കെയിൽ കൊണ്ടുവന്നു, നമുക്ക് BC വരയ്ക്കാം. BC വരച്ചു. നമ്മൾ എന്ത് ചെയ്തു? BC വരച്ചു. ഇനി നമുക്ക് സെറ്റ് സ്ക്വയർ എടുക്കണം. കാരണം BCക്ക് പാരലൽ ലൈനാണ് നമുക്കിനി വരയ്ക്കേണ്ടത്. അപ്പോൾ സെറ്റ് സ്ക്വയർ നമ്മൾ എടുത്തു. എന്നിട്ട് സെറ്റ് സ്ക്വയർ നമുക്ക് BCയിൽ കൊണ്ടുപോയി വെക്കണം. BCക്ക് കറക്റ്റായിട്ട് വെക്കണം. ഓക്കെ, അങ്ങനെ മേളിൽ പോണ്ട, നമുക്കിവിടെയൊക്കെ കുറച്ച് മതി. ഉണ്ടോ? BCയിൽ കറക്റ്റ് നമ്മൾ കൊണ്ടുപോയി വെച്ചു. ഇനി നമുക്ക് ആരെടുക്കണം? നമ്മുടെ സ്കെയിലിനെ എടുക്കണം. ഓക്കെ, നമ്മുടെ സ്കെയിലിനെ നമ്മളെടുത്തു. എന്നിട്ടോ സ്കെയില് ആ എഴുത്തുള്ള ഭാഗത്തിലെ അവിടെ ഞാൻ ഇങ്ങനെ കറക്റ്റ് കൊണ്ടുപോയി വെക്കാനാണ് പറഞ്ഞത്. കറക്റ്റ് കൊണ്ടുപോയി നമ്മൾ ചേർത്ത് നമ്മൾ എന്ത് ചെയ്തു? വെച്ചു. ചേർത്ത് വെച്ച ശേഷം സ്കെയിലിനെ പിടിക്കണം. ഇവനിങ്ങനെ മുട്ടിച്ച് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് കണ്ട 3-ലെത്തി നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഒരു വരയങ്ങ് വരച്ചു. ഇനി നമ്മൾ അവനെ അങ്ങ് ഒഴിവാക്കി. ഓക്കെ, ദെൻ ആ പോയിന്റിൽ ഞാൻ എന്ത് കൊടുത്തു? പി എന്ന് പറയുന്ന പേര് കൊടുത്തു. അപ്പോൾ എ പിയും പി ബിയും തമ്മിലുള്ള റേഷ്യോ ഇനി എങ്ങനെയായിരിക്കും? ഇതേ റേഷ്യോ ആയിരിക്കും. എങ്ങനെയായിരിക്കും? 3:4 എന്ന റേഷ്യോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 3 എന്ന് പറയുന്ന ഭാഗം 3:4 എന്ന റേഷ്യോ ആയിരിക്കും. ഇത് വീതിയും ഇത് നീളവുമായിട്ട് വരണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ കോമ്പസിനെ എടുക്കാം. കോമ്പസിനെ നമ്മളിങ്ങനെ എടുത്തു. ഓക്കെ, കോമ്പസിനെ നമ്മൾ എടുത്തു. കോമ്പസിനെ എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ പിയിൽ കുത്തി, എന്നിട്ട് എ വരെയുള്ള നീളം എടുത്തു. എ വരെയുള്ള നീളം നമ്മൾ എടുത്തു. എന്നിട്ടോ നമ്മൾ ഇങ്ങനെ കറക്കി പീൻ്റെ നേരെ താഴെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു ആർക്ക് അങ്ങോട്ട് വരച്ചു. എന്ത് ചെയ്തു? ഒരു ആർക്ക് നമ്മൾ വരച്ചു. ഇനി ഇവരെ നമുക്ക് ഇങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോവാം. ആ അളവൊന്നും മാറണ്ട. ഇങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് നമ്മൾ ബിയിൽ വെച്ചു. ബിയിൽ വെച്ചിട്ട് ഇങ്ങനെ താഴെ കൊണ്ടുവന്ന് ബീൻ്റെ താഴെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വേറൊരു ആർക്കും കൂടി വരച്ചു. അപ്പം നമുക്ക് എന്തായി? 2 ആർക്കുകൾ കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ പ്രൊട്രാക്ടർ നമ്മൾ സ്ക്വയർ വരച്ച പോലെ, കാരണം സ്ക്വയറിൻ്റെയും റെക്റ്റാങ്കിളിൻ്റെയും ഒക്കെ ആംഗിൾസ് എങ്ങനെയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. താഴേക്കാണ് വരയ്ക്കേണ്ടത്. അതുകൊണ്ട് ഇവനെ നമ്മൾ അങ്ങോട്ട് തിരിച്ചു. അങ്ങ് തിരിച്ച ശേഷം നമ്മൾ ഇവനെ എടുത്ത് പിയിൽ കൊണ്ടുപോയി വെച്ചു. കറക്റ്റ് വരയിലിരിക്കണം കേട്ടോ. കറക്റ്റ് വരയിലായിരിക്കണം. എന്നിട്ട് നമ്മൾ ആരെ അടയാളപ്പെടുത്തി? 90 ഡിഗ്രീനെ അടയാളപ്പെടുത്തി. ഓക്കെ, ആരെ അടയാളപ്പെടുത്തി? 90 ഡിഗ്രി അടയാളപ്പെടുത്തി. 90 ഡിഗ്രി അവിടെ പോയി. 90 ഡിഗ്രി. ഓക്കെ, 90 ഡിഗ്രി അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു വര അങ്ങോട്ട് വരച്ചു. ഇനി നമുക്ക് ഇവനെ മാറ്റി നിർത്താം. ഇനി നേരെ നമ്മൾ ബിയിലും കൊണ്ടുപോയി വെച്ചു. ബിയിലും കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? 90 ഡിഗ്രി വരച്ചു. എന്നിട്ട് നമുക്ക് ഇവനെ അങ്ങ് മാറ്റാം. ഇപ്പം നമുക്ക് ഒരു വര കിട്ടിയല്ലോ. ഇനി നമ്മുടെ വരയല്ല, 2 പോയിന്റുകൾ കിട്ടി. പി ബി വേണമെങ്കിൽ ഇതിന് ക്യൂ എന്നും ആർ എന്നും കൊടുക്കാം. ഇനി നമ്മുടെ സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്യൂവിനെയും ആറിനെയും ജോയിൻ ചെയ്ത് ഒരു വരയങ്ങ് വരച്ചേക്കാം. കണ്ടോ? നമ്മൾ ഇതും കൂടി വരച്ച് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? ഒരു റെക്റ്റാങ്കിൾ കിട്ടി. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഒരു ചതുരം കിട്ടി. ഈ ചതുരത്തിൻ്റെ നീളവും വീതിയും, ഇതാണ് വീതി, ഇതാണ് നീളവും. നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞ പോലെ 3:4
4 ആയിരിക്കും. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്തായാലും വരയ്ക്കാൻ വേണ്ടി പഠിച്ചു വെക്കണം. നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? ചെയ്ത് പഠിക്കണം. ഓക്കെ മക്കളെ, അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിപാടിയൊക്കെ ഒന്ന് കഴിഞ്ഞു കേട്ടോ. ഈ പാഠത്തിൽ കൺസ്ട്രക്ഷൻസിൽ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ പഠിച്ചതെല്ലാം നന്നായിട്ട് എന്ത് ചെയ്യണം? 1 or 2 പ്രാവശ്യം വരച്ച് തന്നെ നോക്കണം. അപ്പോൾ ചോദ്യം ഇതാണ്, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ഈച്ച് ഓഫ് ദ ടൈപ്സ് ബിലോ പെരിമീറ്റർ 13 സെൻറ്റിമീറ്റർ. ചൂടെ പറയുന്ന ഓരോ തരത്തിലുമുള്ള ത്രികോണം അതിൻ്റെ ചുറ്റളവ് 13 സെൻറ്റിമീറ്റർ ആയിട്ട് വരയ്ക്കുക. ഇതിൽ ഒന്നാമത്തെ സമഭുജ ത്രികോണമാണ്, അത് നമ്മൾ വരയ്ക്കുന്നില്ല. അതെന്ത് പരിപാടിയാണ് അല്ലേ? വരയ്ക്കാത്ത എന്താണെന്ന്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാൻ നമ്മൾ നേരത്തെ പഠിച്ചു, ഈ വീഡിയോൻ്റെ ആദ്യമുണ്ട് അല്ലേ? ഒരു 11 സെൻറ്റിമീറ്റർ, ഇവിടെ 13 ആയെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ വരച്ചാൽ മതി. ഇനി അടുത്തത് നമുക്കുള്ളത് ഇവിടെയാണ്. സൈഡ്സ് ഇൻ ദ റേഷ്യോ 3:4:5. എത്രയാണ് പെരിമീറ്റർ വേണ്ടത്? 13 സെൻറ്റിമീറ്റർ. മക്കളെ, റെക്റ്റാങ്കിൾ ആണെങ്കിൽ മാത്രം, ചതുരമാണെങ്കിൽ മാത്രം പെരിമീറ്ററിൻ്റെ ചുറ്റളവിൻ്റെ പകുതി എടുത്താൽ മതി. ബാക്കിയുള്ള കേസിലൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് 13 സെൻറ്റിമീറ്റർ ഉള്ളൊരു വര വരയ്ക്കാം. സ്കെയിൽ എടുത്തോളൂ. എത്ര സെൻറ്റിമീറ്ററിൽ വരയ്ക്കാം? 13 സെൻറ്റിമീറ്ററിൽ നമുക്കൊരു വര അങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, 13 സെൻറ്റിമീറ്റർ. ഓക്കെ പോട്ടെ, 13 സെൻറ്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്തു? ഒരു വര വരച്ചു. ഇനി 13 സെൻറ്റിമീറ്റർ, അപ്പോൾ ഇത് എത്രയാണ്? 13 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. 13 സെൻറ്റിമീറ്റർ AB എന്ന് അടയാളപ്പെടുത്തി ഞാൻ. ഓക്കെ, ദെൻ ഇനി അടുത്തത് റേഷ്യോ. നമ്മുടെ റേഷ്യോനെ കിട്ടിയിട്ടുണ്ട്. റേഷ്യോ എത്രയാ? 3:4:5. റേഷ്യോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ്, അവനെ കൂട്ടിയാൽ മതി അല്ലേ? അപ്പോൾ ഇവനെ എങ്ങോട്ട് കൂട്ടിയേക്കാം? 3 4 7 5 12. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഈ 12 സെൻറ്റിമീറ്റർ ഉള്ള വരയാണ്. റേഷ്യോ കൂട്ടി നോക്കുക. എവിടെ വരയ്ക്കും? നമുക്ക് ഇഷ്ടമുള്ള ഒരു ആംഗിൾ അങ്ങെടുത്തു, നമ്മളിവനെ ഇങ്ങെടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു? 12 സെൻറ്റിമീറ്ററിൽ നമ്മളൊരു വര വരയ്ക്കാൻ പോകണം. വേറെ കളറിൽ നമുക്കങ്ങ് വരയ്ക്കാം. 12 സെൻറ്റിമീറ്റർ അവിടെ കളയട്ടെ. വരച്ച് കറക്റ്റ് 12 സെൻറ്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്തു? വരച്ചു. നമ്മൾ സി എന്ന് പറയുന്ന പോയിന്റ് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? BC വരയ്ക്കണം അല്ലേ? നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ആരെ വരയ്ക്കണം? BC വരയ്ക്കണം. നമുക്ക് ഇവനെ ഒന്ന് ചരിക്കാം. ചെരിച്ച് നമുക്ക് നേരെ BCയിൽ കൊണ്ടുവന്ന് BC വരയ്ക്കാം. നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ BC വരച്ചു. BC വരച്ചില്ലേ? ഇനി എന്ത് ചെയ്യണം? അതേ, മറന്നുപോയ ഒരു കാര്യമുണ്ടല്ലോ. നമ്മൾ AC വരയ്ക്കുമ്പോൾ തന്നെ ആവശ്യം ഉള്ള കാര്യങ്ങളൊക്കെ അപ്പം തന്നെ അടയാളപ്പെടുത്താൻ ഞാൻ പറഞ്ഞതാണ്, ഞാൻ തന്നെ മറന്നു കളഞ്ഞു. ഓക്കെ, 12 സെൻറ്റിമീറ്റർ. ഓക്കെ, നമുക്ക് ഇവരെ ഇവിടെ അടയാളപ്പെടുത്താനുണ്ട്. എത്ര സെൻറ്റിമീറ്റർ ആണ്? നമ്മുടെ റേഷ്യോ എത്രയാണ്? 3:4:5. അപ്പോൾ 3 സെൻറ്റിമീറ്റർ നമ്മൾ അടയാളപ്പെടുത്തി. ദെൻ അടുത്ത 4 അടയാളപ്പെടുത്തരുത്, 4 യൂണിറ്റ് കഴിഞ്ഞിട്ട് കേട്ടോ. 4 കഴിഞ്ഞിട്ടാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ 3ഉം 4ഉം എത്രയാണ്? 7. പിന്നെ അടുത്തതോ 5. 7 5 12. അതിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പോയിന്റുകൾ കിട്ടി. ഇതെത്രയാണ്? 3 സെൻറ്റിമീറ്റർ. ഇതെത്രയാണ്? 4 സെൻറ്റിമീറ്റർ. ഇതെത്രയാണ്? 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ആരെ കൊണ്ടുവരണം? നമ്മുടെ സെറ്റ് സ്ക്വയറിനെ കൊണ്ടുവരണം. നമുക്ക് സെറ്റ് സ്ക്വയറിനെ കൊണ്ടുവരാം. സെറ്റ് സ്ക്വയറിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് BCക്ക് പാരലായിട്ട് അവനെ ഇരുത്താം. ഓക്കെ, കൊണ്ടുവന്നു. BCക്ക് പാരലായിട്ട് BCയിൽ കൊണ്ടുപോയി നമുക്ക് ഇവനെ സെറ്റ് ചെയ്യാം. നമ്മളവനെ BCയിൽ കൊണ്ടുവന്ന് സെറ്റായില്ല. സ്കെയിൽ അങ്ങ് മാറ്റി വയ്ക്കി. ഇങ്ങോട്ട് വന്ന് വരുന്നില്ല. ഓക്കെ, നമുക്കിവനെ ഇറക്കി അങ്ങോട്ട് വയ്ക്കാം. ഓക്കെ, അപ്പോൾ BCയിൽ നമ്മൾ കൊണ്ടുവന്ന് വെച്ചു. ഇനി എന്ത് ചെയ്യണം? BC കൊണ്ടുവന്ന് വെച്ച ശേഷം നിങ്ങൾക്കറിയാം, സ്കെയിൽ എടുക്കണം. അടുത്ത നമ്മൾക്ക് എഴുത്തുള്ള ഭാഗത്തേക്ക് നമ്മളിവനെ കൊണ്ടുപോയി വെച്ച് നമ്മുടെ സ്കെയിലിനെ എന്ത് ചെയ്യണം? ഒന്ന് അറേഞ്ച് ചെയ്യണം. സ്കെയിലിനെ കറക്റ്റ് വരണേ, കണ്ടോ? ചേർന്ന് വന്നു. ഇനി സ്കെയിലിനെ നമ്മൾ കൈ കൊണ്ട് പിടിക്കും. പ്രൊട്രാക്ഷൻ ഇങ്ങനെ നീക്കി പ്രൊട്രാക്ടറുള്ള സെറ്റ് സ്ക്വയറിനെ നമ്മളിങ്ങനെ നീക്കി നമ്മൾ അടയാളപ്പെടുത്തിയ പോയിന്റ് എത്തി കഴിയുമ്പോൾ വരച്ചു. ഇനിയും കൊണ്ടുവന്നു.
കൊണ്ടുവന്ന് ആ 4 എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വരച്ചു. ഓക്കെ, ഇനി നമുക്ക് ആരെ വേണ്ട? നമുക്ക് 11 വേണ്ട, അവനെ അങ്ങ് മാറ്റി. അപ്പോൾ ഈ വരയിനെ AB എന്ന് പറയുന്ന വരയിനെ ഇതിപ്പോൾ ഏത് റേഷ്യോയിൽ മുറിച്ചു? 3:4:5 എന്ന് പറയുന്ന റേഷ്യോയിൽ മുറിച്ചു. 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്ററും അല്ല കേട്ടോ, ആ റേഷ്യോയിൽ ഇതിനെ ഭാഗിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ട്രയാങ്കിൾ വരയ്ക്കണം. ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആരെ എടുക്കാം? കോമ്പസിനെ എടുക്കാം. കോമ്പസിനെ എടുത്ത് തൽക്കാലം ഞാൻ ഒരു പേര് കൊടുക്കട്ടെ, P. അതുപോലെ തന്നെ ഇവിടെ ഞാൻ Q എന്ന പേര് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ഇവനെ കൊണ്ടുവന്നു, ഞാൻ ക്യൂവിൽ വെച്ചു. ക്യൂവിൽ വെച്ച ശേഷം കേട്ടോ, ഞാൻ ഇവനെ നേരെ കൊണ്ടുപോയിട്ട് ക്യൂവിൽ വെച്ചു. ക്യൂവിൽ വെച്ചിട്ട് ഇതിങ്ങനെ നീട്ടി ഞാൻ B വരെയുള്ള നീളം എടുത്തു. എന്നിട്ട് ഇവനെ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ഏകദേശം ഇതിൻ്റെയൊക്കെ നടുക്കായിട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. റെക്റ്റാങ്കിൾ വരച്ചപ്പോൾ നേരെ താഴെ വരച്ചത്. ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 3 മൂലയല്ലേ ഉള്ളൂ, നടുക്കോട്ടൊക്കെ ആയിരിക്കും വരാൻ സാധ്യത. അപ്പം അങ്ങനെ നോക്കിയിട്ട് കുറച്ചും കൂടി വലുതായിട്ട് എന്ത് ചെയ്യുക? ഒരു ആർക്ക് അല്ലെങ്കിൽ ചാപം വരയ്ക്കുക. ഇനി നമ്മൾ ഇവനെ എടുത്തുകൊണ്ട് പോവാണ്. നമ്മൾ കൊണ്ടുപോയി എവിടെ വെക്കണം? ഇനി അടുത്തത് Pയിൽ കൊണ്ടുപോയി വെക്കണം. ഓക്കെ, നമ്മൾ ഇവനെ നേരെ നമ്മൾ Pയിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് നമ്മൾ ഇവനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് Aയിൽ വെച്ചു. ഓക്കെ, Pയിലാണ് കുത്തിയേക്കുന്നത്, Aയിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് ഇവനെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നു. ഓക്കെ, ഇതാണ് അടുത്തത്. നമ്മളിവിടെ എന്ത് ചെയ്തു? വേറെ കളറിൽ ആർക്ക് വരയ്ക്കാം, തെറ്റിപ്പോകണ്ട. ഓക്കെ, നമ്മളൊരു ആർക്ക് ഇങ്ങനെ വരച്ചു. പണി പാളിയില്ലേ? രണ്ടും എന്ത് ചെയ്യില്ല? കൂട്ടി മുട്ടിയില്ല. തെറ്റിപ്പോയോ നമ്മൾ വരച്ചത്? ഒരിക്കലുമില്ല. നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഇത് കൂട്ടി മുട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവരെ തിരിച്ച് വീണ്ടും എടുത്തുകൊണ്ട് വരിക. എന്തായാലും അങ്ങനെ വന്നത് നന്നായി, ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ലായിരുന്നു. അതിനെ നമ്മൾ ഓൾ ഈസ് വെൽ എന്ന് പറയും. നോക്കി, നമ്മൾ സാറ് വീടിനടുത്ത് കിടന്ന് ഉരുളുവാണ്. ലിസൺ, അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുപോയി വെച്ചു. ഇവിടം വരെയുള്ള അളവ് നമ്മൾ നേരത്തെ എടുത്തതാണ്, പച്ച നിറത്തിലാണ് എടുത്തത്. അങ്ങനെ തന്നെ കിടന്നോട്ടെ. നമ്മൾ ഈ ആർക്ക് എന്ത് ചെയ്തു? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഇപ്പം ഇത് കൂട്ടിമുട്ടിയോ? കൂട്ടിമുട്ടി അല്ലേ? ഇനി ഇവിടെ ഒരു പോയിന്റ് നമുക്ക് കൊടുക്കാം, PQR എന്ന് പേര്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് വലുത് വരയ്ക്കണം എന്ന് ഞാൻ പറഞ്ഞത്. വലുത് വരയ്ക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കൂട്ടിമുട്ടി. ഇനി പ്രശ്നമൊന്നുമില്ല, നമ്മുടെ സ്കെയിലിനെ എടുക്കുക, PR എന്ത് ചെയ്യുക? കൂട്ടി വരയ്ക്കുക. PR, P എവിടെ? അവിടെ കിടക്കുന്നു. R എവിടെ? യെസ്, നമുക്ക് PR കൂട്ടി വരയ്ക്കാം. PR നമ്മൾ കൂട്ടി വരച്ചു. ഇനി എന്ത് വരയ്ക്കണം? QR കൂട്ടി വരയ്ക്കണം. QR നമ്മൾ കൂട്ടി വരയ്ക്കാൻ പോവാണ്. QR ആറിലേക്ക് പോട്ടെ, ആറിലേക്ക് പോട്ടെ. യെസ്, നമ്മൾ എന്ത് ചെയ്തു? QR കൂട്ടി വരച്ചു. ഇപ്പം നമുക്കിവിടെ എന്ത് കിട്ടി? ഒരു ട്രയാങ്കിള് കിട്ടി. അതിൻ്റെ പെരിമീറ്റർ എത്രയായിരിക്കും? 13 സെൻറ്റിമീറ്റർ ആയിരിക്കും. സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എങ്ങനെയായിരിക്കും? 3:4 എന്ന് പറയുന്ന റേഷ്യോ ആയിരിക്കും. അതായത് PR:QR എന്ന് പറയുന്നത് 3:4 ആയിരിക്കും. PR-ഉം QR-ഉം എന്താ? PR ഈ നീളവും QR ഈ നീളവുമാണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഏത് സാധനം വരയ്ക്കാം കേട്ടോ. ഇനിയിപ്പോൾ പെൻറ്റഗൺ ചോദിച്ചാലും ഹെക്സഗൺ ചോദിച്ചാലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതേ മെത്തേഡ് ഉപയോഗിച്ച് വരയ്ക്കാം. വരച്ചൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് സാധനങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ വരയ്ക്കേണ്ടത് കൃത്യമായിട്ട് വരച്ചു പഠിക്കുക, നന്നായിട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഈ പാഠത്തിൻ്റെ കണക്കുകൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുമുള്ള ചോദ്യങ്ങളുമായിട്ട് ഞാൻ വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ.